നമസ്കാരം. ആഴ്ചയൊന്ന് പിന്നിടുമ്പോഴും അയവില്ലാതെ തുടരുകയാണ് ഇറാൻ ഇസ്രായേൽ സംഘർഷം. എന്ന് മാത്രവുമല്ല, ആക്രമണത്തിന്റെ തീവ്രത വർദ്ധിപ്പിക്കുകയാണ് ഇരു രാജ്യങ്ങളും. ഇസ്രായേലിലെ ബീർഷബയിലെ സൊറോക്കോ ആശുപത്രി ഇറാൻ മിസൈൽ ആക്രമണത്തിൽ തകർത്തു. ദക്ഷിണ ഇസ്രായേലിലെ ഏറ്റവും വലിയ ആശുപത്രിയാണ് തകർക്കപ്പെട്ട സൊറോക്കോ ആശുപത്രി. അതേസമയം ഇറാന്റെ അരാക്കിലെ ഖനജല ആണവ റിയാക്ടർ ഇസ്രയേലും തകർത്തു. ടെഹ്റാനിൽ നിന്ന് 250 കിലോമീറ്റർ തെക്ക് പടിഞ്ഞാറായിട്ടാണ് അറാഖ് ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത്. നിലയം തകർന്നുവെങ്കിലും അണുവികിരണം ഉണ്ടായതായി ഇതുവരെയും റിപ്പോർട്ടുകൾ ഇല്ല. സംഘർഷം ഈ മട്ടിൽ തുടരുമ്പോൾ ഇറാനെതിരെ ആക്രമണം നടത്താൻ അമേരിക്ക തയ്യാറെടുക്കുന്നതായാണ് റിപ്പോർട്ടുകൾ. അമേരിക്ക ഇറാനുമായി നേരിട്ട് സംഘർഷത്തിൽ ഏർപ്പെടും എന്ന് തന്നെയാണ് സൂചന. എന്നാൽ യുദ്ധത്തിൽ കൂടുതൽ ഇടപെടരുത് എന്നാവശ്യപ്പെട്ട വൈറ്റ് ഹൗസിന് മുന്നിൽ പ്രതിഷേധമുണ്ടായി. ഇസ്രായേലിന്റെ ബോംബാക്രമണത്തിന് എതിരെയും ഇസ്രായേലിന് കോടിക്കണക്കിന് ഡോളർ സൈനിക സഹായമായി നൽകുന്നതിന് എതിരെയുമായിരുന്നു പ്രതിഷേധം. അതിനിടെ അമേരിക്കയ്ക്കെതിരെ റഷ്യയും രംഗത്തെത്തിയിട്ടുണ്ട്. സൈനികമായി ഇടപെടരുത് എന്നും ഇടപെട്ടാൽ കടുത്ത പ്രത്യാഘാതം നേരിടേണ്ടി വരും എന്നുമാണ് റഷ്യയുടെ മുന്നറിയിപ്പ്. ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിൽ അമേരിക്ക നേരിട്ട് യുദ്ധത്തിനിറങ്ങുമോ എന്നാണ് പ്രൈം ഡിബേറ്റ് പരിശോധിക്കുന്നത്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ചർച്ചയിൽ പങ്കെടുക്കുന്നത് വിദേശകാര്യ നിരീക്ഷകർ ആയ ശ്രീ AM ഷിനാസ്, ഡോക്ടർ MS വേണുഗോപാൽ, ഒപ്പം ഡോക്ടർ മോഹൻ വർഗീസ്, ശ്രീ രഘുനാഥ് നായർ, ഇസ്രായേലിൽ നിന്ന് രമ്യ വിജീഷ് എന്നിവർ ആണ്. വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കം ഏറ്റവും ഒടുവിൽ നമുക്ക് കൂട്ടിച്ചേർക്കേണ്ടി വരുന്നത് ഡോക്ടർ മോഹൻ വർഗീസ് റഷ്യയുടെ ഇടപെടൽ ആണ്. റഷ്യ ഇത് അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകുകയാണ്. സൈനികമായ ഇടപെടലിന് തയ്യാറെടുക്കരുത്, ഇടപെട്ടാൽ ഗുരുതരമായ പ്രത്യാഘാതമായിരിക്കും ഉണ്ടാവുക എന്ന്. ഏത് തരത്തിൽ ആണ് ഈ യുദ്ധം അല്ലെങ്കിൽ യുദ്ധ പശ്ചാത്തലം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഏത് തരത്തിൽ ആണ് ഈ യുദ്ധം അല്ലെങ്കിൽ യുദ്ധ പശ്ചാത്തലം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഡോക്ടർ മോഹൻ വർഗീസ്, ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. ശ്രീ രഘുനാഥ് നായർ, താങ്കൾക്ക് കേൾക്കാമെങ്കിൽ ഇപ്പോഴിതാ നമുക്കറിയാം ഇസ്രയേലും ഇറാനും തമ്മിലുള്ള പോരാട്ടം, ആ പോരാട്ടത്തിന്മേലുള്ള അമേരിക്കയുടെ ഇടപെടൽ, സൈനിക നീക്കം, അങ്ങനെ ഒരു നീക്കത്തിന് പടക്കോപ്പുകൾ തയ്യാറാക്കി വെക്കുന്നുണ്ട് എന്ന് മാധ്യമങ്ങൾ ഒന്നടങ്കം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിനിടയിലാണ് ഇപ്പോൾ റഷ്യയുടെ മുന്നറിയിപ്പ് എന്ന നിലയിൽ വാർത്തകൾ പുറത്തു വരുന്നത്. ഒരു കാരണവശാലും സൈനികമായ ഇടപെടലിന് അമേരിക്ക തയ്യാറാകരുത് എന്നാണ് റഷ്യയുടെ മുന്നറിയിപ്പ്. ആ നീക്കത്തെ എങ്ങനെയാണ് താങ്കൾ നോക്കിക്കാണുന്നത്? ശ്രീ അഭിലാഷ്, നമ്മൾ ആദ്യം നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേൽ ഈ ഒരു ഓപ്പറേഷൻ ഇട്ടിരിക്കുന്ന പേരാണ് ഓപ്പറേഷൻ റൈസിംഗ് ലയൺ. അതിന്റെ പുറകിൽ ഒരു കാരണമുണ്ട്. 1979 ഇറാനിൽ ഒരു റെജീം ചേഞ്ച് നടക്കുന്നത്. അപ്പം അന്ന് ആയത്തുള്ള ഖുമൈനി അധികാരം പിടിച്ചെടുക്കുകയും ഷായെ അവിടുന്ന് ഓടിക്കുകയൊക്കെ ചെയ്തു. അപ്പൊ 79 മുമ്പായിട്ട് ഇറാന്റെ ഫ്ലാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സിംഹം ഒരു വാളും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന പോലെ, നമ്മുടെ ഇപ്പോഴത്തെ ഈ ശ്രീലങ്കയുടെ ഒക്കെ ലോകം നമ്മൾ കണ്ടറിയത്തില്ല, അതുപോലെ ഏകദേശം അതുപോലെ നല്ല മഞ്ഞ കളറിൽ ഒരു സിംഹം ഒരു വാളും പിടിച്ചുകൊണ്ട് നിൽക്കുന്നതായിട്ടും പുറകിൽ ഒരു സൂര്യൻ ഉദിച്ചു വരുന്നതൊക്കെ ആയിട്ടുള്ള ഒരു ലോകമായിട്ടുള്ള ഒരു ഫ്ലാഗ് ആയിരുന്നു. അത് 79 ശേഷം അവർ മാറ്റിയിട്ട് ഇപ്പോഴത്തെ രീതിയിൽ അത് ആക്കി. അപ്പൊ ഇപ്പം ഇസ്രായേല് അതിനൊരു മാറ്റമൊക്കെ വരുത്തിയിട്ട് അപ്പൊ ആ ഒരു റൈസിംഗ് ലയൺ, അപ്പൊ ആ പഴയ ഇതിനെ വീണ്ടും ഉയർത്തിക്കൊണ്ട് വരികയാണ്. അപ്പൊ അവിടെ ഈ സിംഹത്തിനെ വീണ്ടും ഉയർത്തിക്കൊണ്ട് വരുന്ന ഒരു റെജീം ചേഞ്ച് തന്നെയാണ് കൃത്യമായിട്ട് അതിൽ അർത്ഥമാക്കുന്നതെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാനായിട്ട്. പിന്നെ വേറെ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം IDF പബ്ലിഷ് ചെയ്തിരിക്കുന്ന ഒരു ലോഗോ പോലെ ഒരു സംഭവമുണ്ട്. ഈ സിംഹം ഇപ്പോഴത്തെ ഇറാന്റെ ലോഗോയൊക്കെ വെട്ടിമുറിച്ച് കഷ്ണങ്ങളാക്കി കളയുന്നത് പോലെ. അപ്പൊ ഇപ്പൊ ഉദ്ദേശം വളരെ ക്ലിയർ ആണ്.
അതായത് ഇറാനിലൊരു റെജീം ചേഞ്ച് തന്നെയാണ് ഇവർ പൂർണ്ണമായിട്ടും ഉദ്ദേശിക്കുന്നത്. ഉം. നമുക്കറിയാം 79-ന് ശേഷമാണ് ഈ റിലേഷൻഷിപ്പ് മോശമായത്. അതുവരെ ഇസ്രായേലിന്റെ ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് ഇറാൻ ആദ്യകാലങ്ങളിൽ ആയുധങ്ങൾ നിർമ്മിച്ചിരുന്നത് എന്നും അതെ ഇറാനിലെ ആദ്യത്തെ ന്യൂക്ലിയർ റിയാക്ടർ 5 മെഗാവാട്ടിന്റെ ആണെന്ന് എന്റെ ഓർമ്മ അമേരിക്കയാണ് സ്ഥാപിച്ചു കൊടുത്തതെന്നും ഇതെല്ലാം അത് കഴിഞ്ഞ് 79-ന് ശേഷമാണ് ഈ സിറ്റുവേഷൻ കംപ്ലീറ്റ് തകിടം മറിയുന്നത്. അതെ ഇപ്പോഴത്തെ അവസ്ഥയിൽ അമേരിക്കയുടെ ഇടപെടലിനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ലിമിറ്റഡ് വാറാണ് നടക്കുന്നത്. ഇസ്രായേലും ഇറാനും മാത്രമായിട്ട് എൻഗേജ് ചെയ്യുന്ന ഒരു ലിമിറ്റഡ് വാറാണ് നടക്കുന്നത്. ആ. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇസ്രായേലിന്റെ ആക്രമണം മുഴുവൻ നടക്കുന്നത് ഇറാന്റെ ഏകദേശം വടക്ക് പടിഞ്ഞാറ് ഭാഗത്താണ്. അതായത് ടെഹ്റാനും മുതൽ ഇങ്ങോട്ട് വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത്. ഇന്ന് നമ്മളിപ്പോൾ കണ്ട ഒരു അറ്റാക്ക് എന്ന് പറഞ്ഞാൽ അവരുടെ ന്യൂക്ലിയർ ഫെസിലിറ്റിനെ അറ്റാക്ക് ചെയ്യുന്നത് ആ. ടെഹ്റാന്റെ പടിഞ്ഞാറ് ഭാഗത്ത്. അപ്പോൾ വടക്ക് പടിഞ്ഞാറ് മാത്രമേ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഇസ്രായേലുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇറാൻ എന്ന് പറഞ്ഞാൽ ഒരു ഹ്യൂജ് കൺട്രിയാണ്, വലിയൊരു കൺട്രിയാണ്. ഉം. അപ്പൊ അതിന്റെ കിഴക്ക് ഭാഗം ഇപ്പോഴത്തെ കണ്ടീഷനിൽ ആക്സസ് ചെയ്യാനായിട്ട് ഇവർക്ക് ശരിക്കും സാധിക്കുന്നില്ല. അതുപോലെ തന്നെ പിന്നെ സൗത്ത് തെക്ക് ഭാഗവും അവർക്ക് അറ്റാക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. കാരണം ഇപ്പൊ തന്നെ ഒരുപാട് കഷ്ടപ്പെട്ടാണ്. കാരണം അമ്മാൻ ക്രോസ് ചെയ്യണം, അതായത് ജോർഡൻ ക്രോസ് ചെയ്യണം, ഇറാഖ് ക്രോസ് ചെയ്യണം. അങ്ങനെയാണ് ഇറാനിലേക്ക് എത്താനുള്ള ഒരു വഴി. അല്ലാന്നുണ്ടെങ്കിൽ സൗദി അറേബ്യയോ ബഹ്റിനോ ഒക്കെ ക്രോസ് ചെയ്തിട്ട് വേറൊരു വഴി. ഇനി തെക്ക് ഭാഗത്തു നിന്ന് അപ്രോച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അമേരിക്കയുടെ തന്നെ ക്യാമ്പുകൾ ഇവിടെ എല്ലാം ഉണ്ട്. അപ്പം UAE-യിലുണ്ട്, ഒമാനിലുണ്ട്, ഖത്തറിലുണ്ട്. ഇവിടെ നിന്നെല്ലാം അമേരിക്കയുടെ മിലിറ്ററി ഫെസിലിറ്റീസ് ഉണ്ട്. അതുവഴി വേണമെങ്കിൽ ഇറാന്റെ തെക്ക് ഭാഗത്തെയോ തെക്ക് കിഴക്ക് ഭാഗത്തിനെയോ ആക്രമിക്കാം. പക്ഷേ ഇറാന്റെ ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ നിന്ന് ആക്രമിച്ചാലും അവിടേക്ക് ഇറാൻ മിസൈൽ വിടും. അപ്പം UAE-യോ ഒമാനോ അല്ലെങ്കിൽ ഈ ദോഹയോ സൗദി അറേബ്യ പോലെയുള്ള രാജ്യങ്ങൾ അവരുടെ മണ്ണിൽ നിന്നുകൊണ്ട് ഒരു ആക്രമണം അമേരിക്ക ആണെങ്കിൽ പോലും ഇറാനിലേക്ക് നടത്തുന്നതിനെ അത്രയ്ക്ക് അങ്ങോട്ട് അംഗീകരിക്കാൻ സാധ്യതയില്ല. കാരണം ഇറാൻ ഇങ്ങോട്ടായിരിക്കും ആക്രമിക്കുന്നത്. അങ്ങനെ ഒരു വിഷയമുണ്ട്. അതുകൊണ്ടാണ് ഇപ്പൊ അമേരിക്ക പാകിസ്ഥാനിലെ പിന്നെ മിലിറ്ററി മേധാവിയെ വിളിച്ചിട്ട് അവിടെ ട്രംപിന്റെ കൂടെ ഊണ് കൊടുക്കുകയും പൊക്കി പറയുകയും ഒക്കെ ചെയ്തിട്ട്, കാരണം ഈ ഇറാനിലേക്കുള്ള ഒരു അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മൾ കിഴക്കൂന്ന് നോക്കുകയാണെങ്കിൽ വടക്ക് കിഴക്ക് കിടക്കുന്നത് തുർക്ക്മെനിസ്ഥാനാണ്. അതിന്റെ മേളിൽ കാപ്സിയൻ സീ ആണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിന്റെ കുറച്ച് പിന്നെ കിഴക്ക് ഭാഗത്തായിട്ട് കിടക്കുന്ന അഫ്ഗാനിസ്ഥാനാണ് തുർക്ക്മെനിസ്ഥാൻ കഴിഞ്ഞാൽ. പിന്നെ തെക്ക് കിഴക്ക് ഭാഗത്താണ് ഈ പാകിസ്ഥാൻ കൃത്യമായിട്ട് നിൽക്കുന്നത്. പാകിസ്ഥാന്റെ ബലൂചിസ്ഥാൻ ഭാഗമെല്ലാം കര ബൗണ്ടറി ഉണ്ട്. അപ്പൊ ആയിട്ട് ഇറാനെ ആക്രമിക്കാനായിട്ട് സാധിക്കും. ഈ പറഞ്ഞ പോലെ സൗത്ത് ആൻഡ് ഈസ്റ്റേൺ ഭാഗങ്ങളെ കൂടാതെ ഇന്ന് ട്രംപും പിന്നെ പാകിസ്ഥാനുമായിട്ടുള്ള ഒരു സംസാരത്തിൽ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങൾക്ക് F-35 ആധുനിക എന്താ പറയാ 5th ജനറേഷൻ വിമാനങ്ങൾ തരാം, ഏറ്റവും ആധുനികമായിട്ടുള്ള മിസൈലുകൾ തരാം, അത് തരാം. നമ്മൾ ഈ കൊച്ചു പിള്ളേർക്ക് ഇങ്ങനെ ഓഫർ കൊടുക്കുമല്ലോ, അത് തരാം, മിഠായി തരാം എന്നൊക്കെ പറഞ്ഞ് പിന്നെ ഓഫർ ചെയ്തിട്ട് അതിന് തിരിച്ചെന്താ ആവശ്യപ്പെട്ടത്? പണ്ട് ഏതൊരു സിനിമയിൽ ഇന്ദ്രൻസിനോട് പറയുന്നത് നിന്റെ ഒരു കണ്ണ് മാത്രം മതി എന്ന് പറയുന്ന പോലെ നിന്റെ എയർ സ്പേസും സീ സ്പേസും ഉപയോഗിക്കാനുള്ള, അതായത് സമുദ്രതീരവും. കാരണം ഈ സമുദ്രത്തിൽ കൂടെ ഇറാനെ ആക്രമിക്കാനുള്ള ഒരേ ഒരു വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പാകിസ്ഥാൻ വഴിയാണ്. കാരണം അല്ലെങ്കിൽ മസ്കറ്റും അബുദാബിയും ഒക്കെ അവർക്ക് ഉപയോഗിക്കേണ്ടി വരും ഈ പോർട്ടുകളും. ഇവിടെയാണ് എളുപ്പം. പിന്നെ അത് കൂടാതെ ചൈനയുമായിട്ടും റഷ്യയുമായിട്ടുള്ള ബന്ധത്തിൽ പാകിസ്ഥാൻ ഒന്ന് ബന്ധമൊന്ന് ഒഴിവാക്കണം എന്നുള്ള ഒരു ആഗ്രഹം കൂടെ അമേരിക്ക മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇതാണ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ. അപ്പൊ അമേരിക്ക ആക്രമിക്കാൻ തയ്യാറായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അവർ തീർച്ചയായും അവിടെ അമേരിക്കയുടെ കണ്ണ് ഫോർദോ ഭൂഗർഭ ആണവ നിലയത്തിൽ തന്നെ എന്നാണ് പൊതുവെ നിരീക്ഷിക്കപ്പെടുന്നത്. എന്നാൽ അത് അത്ര എളുപ്പമാണോ എന്നുള്ള സംശയം കൂടിയുണ്ട്. ഞാൻ തീർച്ചയായും താങ്കളിലേക്ക് വരാം. പ്രത്യേകിച്ച് താങ്കളൊരു മുൻ ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ തന്നെ, എയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ തന്നെ ആ അറ്റാക്കിങ്ങിൻ്റെ ഒരു സ്വഭാവം നമുക്ക് കുറച്ചുകൂടി താങ്കളിൽ നിന്ന് തന്നെ ശേഖരിക്കാം. ഞാൻ വരുന്നതിന് മുമ്പ് വേണുഗോപാൽ സാർ, ഇവിടെ ഇതാ റഷ്യ വളരെ കൃത്യമായ ഒരു പ്രതികരണത്തിലേക്ക് മുതിർന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലത്തെ അപ്ഡേഷനായി നമുക്ക് ചേർത്ത് വെക്കേണ്ടി വരുന്നത്. അമേരിക്ക തന്നെ ഈ വിഷയത്തിൽ സൈനികമായി ഇടപെടൽ നടത്തുന്നതിനോട് യോജിപ്പും വിയോജിപ്പും ആ രാജ്യത്തിനകത്ത് തന്നെ നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. വൈറ്റ് ഹൗസിൽ വലിയ പ്രതിഷേധങ്ങളടക്കം അരങ്ങേറിയ ഒരു പശ്ചാത്തലമുണ്ട്. അപ്പോൾ ട്രംപിൻ്റെ തീരുമാനം, അങ്ങനെ ഒരു സൈനികമായ ഇടപെടലിന് കൃത്യമായൊരു അമേരിക്ക മുതിർന്നാൽ അതിന് രാജ്യത്തിന് അകത്ത് നിന്ന് കൃത്യമായൊരു പിന്തുണയില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതോടൊപ്പം റഷ്യയുടെ ഈ മുന്നറിയിപ്പ് എത്രത്തോളം ഗൗരവതരമാണ്? റഷ്യയുടെ മുന്നറിയിപ്പ് വളരെ ഗൗരവതരമാണ്. നമ്മൾ അറിയാത്ത ഒത്തിരി കാര്യങ്ങൾ അതിലുണ്ട്. അത് വരുന്നതിന് മുമ്പ് അമേരിക്കയുടെ ഒരു സിറ്റുവേഷൻ പറയാം.
ട്രംപ് ഇപ്പോൾ ഒരു ചെറിയ പ്രശ്നത്തിലാണ്. ട്രംപിന് ഈ യുദ്ധത്തിൽ ഡയറക്റ്റായിട്ട് ഇടപെടണമെങ്കിൽ അവരുടെ സെനറ്റിൻ്റെ ഒരു സമ്മതം അത്യാവശ്യമാണ്. ആ അനുമതി കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് കൂടി ഒരു സിറ്റുവേഷനുണ്ട്. ചെറിയ ആക്രമണങ്ങളോ ഒരു ബോംബിങ്ങോ ഒക്കെ പറ്റിയേക്കും. അല്ലാതെ ഒരു ഫുൾ ഫ്ലഡ്ജ് വാറിലേക്ക് പോകണമെങ്കിൽ സെനറ്റിൻ്റെ ഒരു അനുമതി അത്യാവശ്യമായിട്ട് വരും. അപ്പോൾ അത് ട്രംപിനെ വലയ്ക്കുന്ന ഒരു പ്രശ്നമാണ്. ഇനി റഷ്യയുടെ കാര്യം പറഞ്ഞാൽ, റഷ്യ ഇത്രയും ദിവസം വളരെ സൈലൻ്റ് ആയിട്ട് നിൽക്കുകയായിരുന്നു. റഷ്യ ഞങ്ങൾ മധ്യസ്ഥത വഹിക്കാം എന്നൊക്കെ പറഞ്ഞ് അമേരിക്കയോടൊപ്പം നിൽക്കുകയായിരുന്നു, അമേരിക്കയോട് ചോദിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. പക്ഷേ പെട്ടെന്നാണ് റഷ്യക്ക് തോന്നിയത് അമേരിക്ക ഇടപെടുകയും ഒരു യുദ്ധമായി ഇത് മാറുകയും ചെയ്യുമോ എന്ന്. അപ്പോൾ ഇപ്പോൾ ചെറിയതായിട്ട് കാര്യങ്ങൾ വെളിയിലോട്ട് വരികയാണ്. ഈ ആണവ നിലയത്തിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് 200ഓളം റഷ്യക്കാർ അവിടെ ഉണ്ടെന്നാണ് ഇപ്പോൾ അറിയുന്നത്. അപ്പോൾ റഷ്യക്ക് ഒരുപാട് താല്പര്യങ്ങളുണ്ട്. റഷ്യ ഇറാനെ ഇങ്ങനെ പുഷ്ടിപ്പെടുത്തി നിർത്തിയതിൽ ഒരു പങ്കുണ്ട്. അപ്പോൾ ആ പങ്കും കൂടെ ഇപ്പോൾ രഹസ്യമായിട്ട് വെളിയിൽ വരികയാണ്. പൊതുവെ ഈ ആണവ നിലയത്തിന്റെ പ്രവർത്തനങ്ങൾ അതീവ രഹസ്യമായി കൊണ്ടുകിടന്ന ഒരു രാജ്യം കൂടിയാണല്ലോ അല്ലെ. 89 മുതൽ ഇത്തരം പരീക്ഷണങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. 2009 ശേഷമാണ് പുറം ലോകം ഇത് അറിഞ്ഞത്. അപ്പോൾ അതിൽ ഉദ്യോഗസ്ഥരായിട്ടുള്ളവർ ആരൊക്കെ എന്നത് സംബന്ധിച്ച് ഇപ്പോഴും വ്യക്തതയില്ല. താങ്കൾ പറയുന്നത് റഷ്യയിൽ നിന്നുള്ള വിദഗ്ധരടക്കം അതിലുണ്ട്. റഷ്യയുടെ 200ഓളം പേർ അവിടെ ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ പിന്നെ ഫോർദോയൊക്കെ ബോംബിടുകയാണെങ്കിൽ അവർക്ക് ഉൾപ്പെടെ അപായം വരും എന്നുള്ളതാണ്. അപ്പോൾ റഷ്യയുടെ പൂച്ച പുറത്താകും, അവിടെ നിന്നുള്ളവർ വരെ ഇതിനകത്ത്. പക്ഷേ അത് മാത്രമായിരിക്കുമോ? അത് മാത്രമല്ല, പിന്നെ റഷ്യയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇറാൻ എന്ന് പറഞ്ഞ ഒരു രാജ്യം ഈ രീതിയിൽ US-ഉമായിട്ടും ഒക്കെ ഒരു മത്സരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു സംവിധാനം ആവശ്യമാണ്. ശരിക്കും പറഞ്ഞാൽ അവർ ഈ US-ന് എതിരായിട്ടുള്ള ഒരു ലോബി അല്ലെങ്കിൽ ഒരു ചേരി ലോക അടിസ്ഥാനത്തിൽ ഉണ്ടാക്കാൻ ഖൊമേനി അടക്കമുള്ളവർ ശ്രമിച്ചുകൊണ്ടിരുന്നതാണ്. അതായത് ചൈന, റഷ്യ, ഇറാൻ, ഇതോടൊപ്പം മറ്റ് ചെറിയ രാഷ്ട്രങ്ങളെയും കൂടെ ചേർത്തുകൊണ്ട് അവർക്ക് ആ ഒരു മുന്നേറ്റം നടത്താനായിരുന്നു അവരുടെ പ്ലാൻ. ഇപ്പോൾ പക്ഷമായിട്ട് US അങ്ങനെ തലയുയർത്തി നിൽക്കുകയാണ്. അവരുടെ കയ്യിലാണ് ലോകം എന്നുള്ള രീതിയിലാണ് അവർ പ്രവർത്തിക്കുന്നത്. അപ്പോൾ മറ്റൊരു ചേരിയില്ല, അല്ലെങ്കിൽ ലോകത്തൊരു പ്രതിപക്ഷമില്ലാത്ത അല്ലെങ്കിൽ ഒരു രണ്ടാം ചേരിയില്ലാത്ത ഒരു അവസ്ഥയുണ്ട്. ആ അവസ്ഥ പരിഹരിക്കേണ്ടത് അത്യാവശ്യമാണെന്നുള്ളതായിരുന്നു ഇറാൻ്റെ ഒരു ഉദ്ദേശം. പക്ഷേ അതിനോടൊപ്പം ഇറാൻ തൻ്റെ ശക്തിയും കൂടെ വർദ്ധിപ്പിക്കണമെന്നും ആ ശക്തി വർദ്ധിപ്പിക്കണമെങ്കിൽ ഈ അണ്വായുധം അത്യാവശ്യമാണെന്നും അവർക്കറിയാമായിരുന്നു. അതുകൊണ്ടാണ് അവർ രഹസ്യമായിട്ട് ഈ അണ്വായുധത്തിലേക്ക്, അതിൻ്റെ നിർമ്മാണത്തിലേക്ക് വളരെ പെട്ടെന്ന് കടന്നത്. ഇതെല്ലാം പക്ഷേ ഇസ്രയേലിന് വളരെ വ്യക്തമായിട്ട് അറിയാമായിരുന്നു. മൊസാദ് അവിടെ നിന്ന് കറക്റ്റായിട്ട് വിവരങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നു. ഒരു മാസം കഴിഞ്ഞാൽ അണുബോംബ് കയ്യിലിരിക്കും. ആ അണുബോംബ് ബാലിസ്റ്റിക് മിസൈലിൽ ചേർത്ത് വിട്ടാൽ ഇപ്പോൾ വിട്ടിരിക്കുന്ന സാധനം ഒരെണ്ണം മതി ഇസ്രയേലിനെ തകർക്കാൻ എന്നുള്ളത് അവർക്ക് ബോധ്യമായി. അതുകൊണ്ടാണ് അവർ ട്രംപ് പറയുന്നതിന് മുമ്പ് തന്നെ ചാടി ആക്രമിച്ചത്. ട്രംപിൻ്റെ മൗനാനുവാദം ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇപ്പോൾ തുടങ്ങണോ എന്നുള്ളത് ട്രംപിന് സംശയമായിരുന്ന സാഹചര്യമാണ്. കാരണം ആ ഞായറാഴ്ചത്തെ ടോക്കും ഒക്കെ കൂടെ നടത്തി ഇവരെ വരുതിയിലാക്കാൻ പറ്റുമെന്ന് ഒന്നുകൂടെ നോക്കാമെന്നുള്ളൊരു ചിന്തയുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ വന്ന് ഏതെങ്കിലും വിധത്തിലൊരു കരാറോ മറ്റു കാര്യങ്ങളോ, ആ കരാർ വരാൻ സാധ്യത കുറവാണ്. കാരണം എന്ന് വെച്ചാൽ എന്തെങ്കിലും വിധത്തിൽ ഈ ബോംബുണ്ടാക്കുന്ന ഒരു സൂചന ഞങ്ങൾക്ക് കിട്ടിയാൽ ഞങ്ങൾ നിങ്ങളെ ആക്രമിക്കും, നിങ്ങൾക്ക് ബോംബിടും എന്നുള്ളതായിരുന്നു ആ കരാർ. ആ കരാറിൽ ഇറാൻ ഒരു കാരണവശാലും യോജിക്കാൻ തയ്യാറായിരുന്നില്ല. പക്ഷേ എങ്കിൽ പോലും ഒരു ചാൻസ് എടുക്കാൻ ഇസ്രയേൽ തയ്യാറല്ലായിരുന്നു. അതുകൊണ്ടാണ് ആ കരാറിന് 2 ദിവസം മുമ്പേ വെള്ളിയാഴ്ച തന്നെ രാവിലെ തന്നെ ഈ ആക്രമണം അഴിച്ചുവിടുകയും ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തത്. ഇനിയിപ്പോൾ പ്രധാനമായിട്ടുള്ളത് ഒന്നുകിൽ ഈ യുദ്ധം പെട്ടെന്ന് തീരണമെന്നുണ്ടെങ്കിൽ അമേരിക്ക ഇതിനകത്ത് ഇടപെടണം, അല്ലെങ്കിൽ ബങ്കർ ബസ്റ്റർ ബോംബുകൾ. അല്ല, അമേരിക്ക ഇടപെടണം എന്ന് പറയുമ്പോൾ അമേരിക്ക പറയുന്നത് നിരുപാധികമായ കീഴടങ്ങൽ ഉണ്ടാകണമെന്നാണല്ലോ ഇറാനോട് പറയുന്നത്. ഇസ്രായേലിന് വേണ്ടിയിട്ട് അമേരിക്ക കൂടെ ഇടപെടണം എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഇറാനെ പൂർണ്ണമായും വരുതിയിലാക്കാൻ നോക്കുള്ളൂ. കാരണം ഇറാൻ എന്ന് പറയുന്ന ഒരു ചെറിയ രാഷ്ട്രം, ഏതാണ്ട് ഇന്ത്യയുടെ പകുതിയോളം വലിപ്പമുള്ള ഒരു രാഷ്ട്രമാണ്. ആ രാഷ്ട്രത്തിനെ ഹമാസിനോട് അറ്റാക്ക് ചെയ്ത പോലെ പെട്ടെന്ന് അടിച്ച് 1-2 ദിവസം കൊണ്ടോ ഏതാനും ആഴ്ചകൾ കൊണ്ടോ തീർക്കാവുന്ന ഒരു യുദ്ധമായിരിക്കില്ല എന്ന്. ഒരു പക്ഷേ അമേരിക്കയുടെ പൂർണ്ണമായ പിന്തുണ ലഭിക്കാതെ, അമേരിക്കയുടെ സഹായം ലഭിക്കാതെ കീഴടക്കുക എന്നത് തന്നെ പ്രാക്ടിക്കലാണോ? തീർച്ചയായിട്ടും പ്രാക്ടിക്കലല്ല. അതുകൊണ്ടാണ് നെതന്യാഹു പറയുന്നത് പിന്നിൽ നിന്ന് ഉപദേശം തരികയും വായാടിത്തരം നടത്തുകയും ചെയ്യാതെ മുമ്പോട്ട് വന്ന് ഞങ്ങളോട് യുദ്ധത്തിൽ പങ്കെടുക്കൂ എന്നിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് യുദ്ധത്തിൽ നിങ്ങളും കൂടെ പങ്കാളിയാകണം. പ്രത്യേകിച്ച് നിങ്ങൾ ബങ്ക് ബസ്റ്റർ ബോംബുകൾ തന്നെ നിങ്ങൾ എനിക്ക് തരണം. അത് ഞങ്ങൾ ഈ ഫോർദോയിലൊക്കെ കൊണ്ടിട്ടാൽ മാത്രമേ നമ്മുടെ മിഷൻ സക്സസ് ആവുള്ളൂ. നമ്മുടെ മിഷൻ അതാണല്ലോ, അണുബോംബ്
ഉണ്ടാക്കരുത്. അത് സക്സസ് ആകണമെങ്കിൽ ഫർദോയിൽ ഒരു സ്ഫോടനം നടക്കണം. അതാണ് അവരുടെ യഥാർത്ഥ ഡിമാൻഡ്. ശരി, ഇവിടെ ശ്രീ മോഹൻ വർഗീസ്, ഫർദോയിൽ കണ്ണുവെക്കുന്നുണ്ട് അമേരിക്ക എന്നതിൽ ഒരു തർക്കവുമില്ല. അത്തരം നീക്കങ്ങളുടെ ഭാഗമായി തന്നെയാണ് സൈനിക നടപടിക്ക് അമേരിക്ക തയ്യാറെടുക്കുന്നു. ഖമനേയി ആകട്ടെ ഈ അമേരിക്കയുടെ മുന്നറിയിപ്പിന് പുല്ലുവില കൽപ്പിച്ചുകൊണ്ടാണ് ഇപ്പോഴും മുന്നോട്ട് പോകുന്നത് എന്നതിൽ തർക്കമില്ല. വൈറ്റ് ഹൗസിലെ സിറ്റുവേഷൻ റൂമിൽ ജനറൽമാരുമായി നടത്തിയ കൂടിക്കാഴ്ചയുടെ ഒക്കെ ഉള്ളടക്കങ്ങൾ പരിശോധിക്കുമ്പോൾ ഏതാണ്ട് നേരിട്ട് തന്നെ ഇറാനുമായി സംഘർഷത്തിലേക്ക് എന്നുള്ളതാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനിടെയാണല്ലോ ഇപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ റഷ്യയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന പൊടുന്നനെയുള്ള മുന്നറിയിപ്പ്. അതാകട്ടെ പിന്മാറുക അല്ലെങ്കിൽ സൈനികമായ നടപടിക്ക് മുതിരാതിരിക്കുക, മുതിർന്നാൽ അതിശക്തമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും എന്ന മുന്നറിയിപ്പ് നൽകുന്നു. എന്തുകൊണ്ടാകാം റഷ്യ അത്തരത്തിലൊരു മുന്നറിയിപ്പ് അമേരിക്കയ്ക്ക് ഈ സാഹചര്യത്തിൽ നൽകുന്നത്, അതും ഒരു സൈനിക നീക്കത്തിന് തയ്യാറെടുക്കുന്ന ഘട്ടത്തിൽ? ശ്രീ അഭിലാഷ്, ഇന്ന് കഴിഞ്ഞ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ റഷ്യയുടെ ഈ പ്രസ്താവന വന്നതിന് ശേഷം സ്ഥിതിഗതികൾ കുറച്ചുകൂടി സങ്കീർണമാവുകയാണ്. ലോകരാഷ്ട്രീയം കുറച്ചുകൂടി കലങ്ങി മറിയുകയാണ്. റഷ്യയുടെ ഈ പ്രസ്താവനയെ ഞാൻ കാണുന്നത്, അല്ലെങ്കിൽ ഈ നിരീക്ഷണത്തെ കാണുന്നത്, ഒരു ജിയോ പൊളിറ്റിക്കൽ ബാലൻസിംഗ് ആക്ട് എന്ന നിലയിലാണ്. ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും ഒരു സ്കീം ഓഫ് തിങ്സ് അനുസരിച്ചാണ് കാര്യങ്ങൾ നടക്കുന്നത് എന്ന പ്രതീതിയാണ് ഉണ്ടായത്. അതൊട്ടൊക്കെ ശരി തന്നെയാണ്. അതുകൊണ്ടാണ് ഫർദോ ആണവ നിലയം ആക്രമിക്കാനുള്ള തയ്യാറെടുപ്പുകൾ അത് ഗൗരവത്തോടു കൂടി തന്നെയാണ്. കാരണം ദർ ഇസ് എ കൺവേർജൻസ് ഓഫ് അമേരിക്കൻ ആൻഡ് ഇസ്രായേലി ഇൻട്രസ്റ്റ്. അത് അറബ് ഇസ്ലാമിക് രാജ്യങ്ങളുടെ മൗന അനുവാദവുമുണ്ട്. അവർ പരസ്യമായി ഇറാൻ അനുകൂലമായി സംസാരിക്കുമെങ്കിലും ഇസ്രായേലിനെ വിമർശിച്ചുകൊണ്ട് അറബ് രാജ്യങ്ങൾ, പ്രത്യേകിച്ച് GCC രാജ്യങ്ങൾ സംസാരിച്ചു എങ്കിൽ പോലും അവരും ഇറാനിലെ ഒരു റെജീം ചേഞ്ച് ആഗ്രഹിക്കുന്നു എന്നത് നിസ്തർക്കമായ കാര്യമാണ്. എന്നാൽ ഇതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്നതിന് ഒരു ചെറിയ ആശയക്കുഴപ്പമുണ്ട്. കാരണം ചരിത്രത്തിൽ ഒരിക്കൽ പോലും ഇറാൻ എന്ന രാജ്യം പൂർണ്ണമായി വൈദേശിക ശക്തികൾ ആക്രമിച്ച് കീഴടക്കിയിട്ടില്ല. അത് പ്രത്യേകിച്ച് ഇറാന്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളാണ്. വടക്ക് കാസ്പിയൻ കടലും തെക്ക് പേർഷ്യൻ ഉൾക്കടലും എല്ലാം ചേരുന്ന വിശാലമായ ഒരു ഭൂമിക. അപ്പൊ അവിടെ ഒരു കരയുദ്ധത്തിലൂടെ അല്ലാതെ ആ രാജ്യത്തെ പരാജയപ്പെടുത്താനാവില്ല. പിന്നെ സാധിക്കുന്ന ഏക കാര്യം അവരുടെ ന്യൂക്ലിയർ കേപ്പബിലിറ്റി ഡെന്റ് ചെയ്യുക വഴി ഒരു ആശയക്കുഴപ്പമുണ്ടാക്കുക, അവരുടെ കേപ്പബിലിറ്റിയെ ടേക്ക് ഔട്ട് ചെയ്യുക. രണ്ട്, ആഭ്യന്തരമായി കലാപമുണ്ടാക്കുന്ന ഒരു സാഹചര്യം എത്തിച്ചു നിർത്തുക. ഇവിടുത്തെ ഒരു സിവിൽ അൺട്രസ്റ്റ് വലിയ രീതിയിൽ മുതലെടുക്കാനുള്ള ഒരു നീക്കം നടത്തുക. അതോടൊപ്പം തന്നെ സൈന്യത്തിന്റെ ഡിവിഷൻസിൽ, റാങ്ക്സിൽ വിള്ളലുകൾ ഉണ്ടായി എങ്കിൽ ഒരു സൈനിക അട്ടിമറിയിലൂടെ ഭരണമാറ്റം, അങ്ങനെ വേരിയസ് ഓപ്ഷൻസ് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും മുമ്പിലുള്ള സമയത്താണ് നമുക്കൊരു പ്രതീതി കിട്ടുന്നത് ചൈനയും റഷ്യയും ഒന്നും അനങ്ങില്ല, ഇറാൻ പൂർണ്ണമായി ഒറ്റപ്പെട്ടിരിക്കുന്നു. ആ ഒരു പ്രതീതി ജനിച്ച ഇടത്താണ് റഷ്യയുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒരു പ്രസ്താവന വന്നത്. ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം അമേരിക്കയുടെ ലോങ് ടേം സ്ട്രാറ്റജി മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി റഷ്യക്കും ചൈനയ്ക്കും ഉണ്ട്. ലോങ് ടേം സ്ട്രാറ്റജി ഞാൻ വിശ്വസിക്കുന്നത് ഇറാനെ പൂർണ്ണമായി ഒരു ഡിമിലിറ്ററൈസ് ചെയ്ത് തൽക്കാലത്തേക്കെങ്കിലും ആണവ വിമുക്തമാക്കിയതിനു ശേഷം മോളിഫൈ ചെയ്ത് പൂർണ്ണമായും റെജീം ചേഞ്ച് സാധിച്ചതിന് ശേഷം ഇപ്പോൾ നിലവിൽ ചൈനീസ് വെപ്പൺസ് ആണ് പ്രധാനമായും ഇറാൻ ഉപയോഗിക്കുന്നത്. പാകിസ്ഥാനും ചൈനീസ് ആയുധങ്ങളാണ് ഉപയോഗിക്കുന്നതെന്ന് ഓർക്കുക. അപ്പൊ ചൈനയുടെ പാകിസ്ഥാൻ വിപണി അമേരിക്ക കിട്ടില്ല, ഇപ്പോൾ ഉടനെ എങ്ങും കിട്ടില്ല. പക്ഷെ ഇറാന്റെ വിപണി, ആയുധ വിപണി ദുർബലമായി കഴിഞ്ഞാൽ, ഇപ്പൊ ചൈനീസ് ആയുധങ്ങൾ റെജീം ചേഞ്ച് വന്നു കഴിഞ്ഞാൽ അമേരിക്കൻ ആയുധങ്ങളിലേക്ക് ഷായുടെ കാലത്തേതുപോലെ F-16ലേക്കും F-35 സ്റ്റെൽത്ത് വിമാനങ്ങളിലേക്കും എല്ലാം തന്നെ ഇറാൻ നീങ്ങും. അത് മാത്രമല്ല വളരെ വലിയ തോതിൽ എണ്ണ ഖനനം സംഭവിക്കും. വലിയ രീതിയിലുള്ള ടെക്നോളജി ഇറാനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അങ്ങനെ ഇറ്റ്സ് എ വിൻ വിൻ സിറ്റുവേഷൻ ഫോർ ബോത്ത് ഇറാൻ ആൻഡ് അമേരിക്ക. ഇതൊരു സ്കീം ഓഫ് തിങ്സ് ആണ്. ഇസ്രയേലിനെ ഉപയോഗിച്ചുകൊണ്ട് ആ പ്രദേശത്തെ രാജ്യങ്ങളെല്ലാം പേടിപ്പിച്ച് നിർത്തുകയും ചെയ്യാം. ആ ഒരു സ്കീം വിജയിച്ചു വന്നാൽ പിന്നീട് ചൈനയ്ക്കും റഷ്യയ്ക്കും ഒന്നും ലോക വ്യവസ്ഥിതിയിൽ വിലയില്ലാതാകും. അതുകൊണ്ട് ഇപ്പോൾ പ്രതികരിക്കേണ്ടതുണ്ട്. സൈനികമായി ഒരു നീക്കമൊന്നും അല്ല എങ്കിൽ പോലും ഇപ്പോൾ തുറന്നു സംസാരിക്കേണ്ടതുണ്ട് എന്ന റഷ്യയുടെ ഒരു ചിന്തയാണ് ഇങ്ങനെ ചില പ്രസ്താവനകൾ നടത്താൻ പ്രേരിപ്പിച്ചത്. അതുകൊണ്ട് അമേരിക്കയുടെ ആക്രമണം, ഇടപെടലുകളും ഉണ്ടാകാം, പ്രതികരണങ്ങളും ഇനിയും ഉണ്ടാകാം എന്നുള്ളത് കൂടിയാണോ താങ്കൾ പ്രതീക്ഷിക്കുന്നത്?
തീർച്ചയായും റഷ്യ ഇത് പ്രതികരണം ഇവിടെ ഇപ്പോൾ നടക്കുന്നത് വാഗ്വിലാസം മാത്രമാണ്. പക്ഷേ അതുപോലും ഇല്ലാത്ത നാളുകളിൽ അമേരിക്കയുടെ ഒരു തേർവാഴ്ച ആ ഒരു അനുഭവം തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ നമ്മളെല്ലാം ആ രീതിയിലാണ് ചർച്ച ചെയ്തത്. ഇറാൻ ആത്യന്തികമായി കീഴടങ്ങേണ്ടി വരും. ഇത് ഏകപക്ഷീയമായി നിൽക്കുകയാണ്. ഇറാൻ ഇപ്പോൾ നടത്തുന്ന ചില ആക്രമണങ്ങൾ അത് മിസൈൽ ശേഖരം തീർന്നു കഴിഞ്ഞാൽ പിന്നെ ഇറാൻ ഏതാണ്ട് പൂർണ്ണമായി കീഴടങ്ങുക, അല്ലെങ്കിൽ അമേരിക്ക വരച്ചിടുന്ന വരയിലൂടെ മാത്രം സഞ്ചരിക്കുക, അമേരിക്ക പറയുന്നിടത്ത് ഒപ്പിട്ടുകൊണ്ട് ആണവ കരാറിൽ എത്തി നിൽക്കുക. ആ രീതിയിൽ തന്നെയാണ് നിഗമനങ്ങൾ ഉണ്ടായിരുന്നത്. ഇന്ന് അത് മാറിയിരിക്കുന്നു. അതാണ് ചേഞ്ച് എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു യുദ്ധ സമാനമായ സാഹചര്യത്തിൽ സക്ടൽ ചേഞ്ചുകൾ പോലും കൃത്യമായി നമ്മൾ വിശകലനം ചെയ്തെങ്കിൽ മാത്രമേ യുദ്ധത്തിന്റെ ഗതിവിധികൾ എങ്ങോട്ട് നീങ്ങും. ഇപ്പൊ ലോക വ്യവസ്ഥ തന്നെ ഇതുമായി ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. ലോകത്തിന്റെ മുഴുവൻ കണ്ണുകൾ ആ ഒരു പ്രദേശത്തേക്ക് കേന്ദ്രീകരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഭൗമരാഷ്ട്രീയത്തിൽ വരുന്ന മാറ്റമാണ് കാട്ടുന്നത്. കാരണം റഷ്യക്ക് നമുക്കറിയാം ആവശ്യത്തിലധികം പ്രശ്നങ്ങൾ ഇന്റേണലി റഷ്യ അനുഭവിക്കുന്നു. യുക്രൈൻ ഒരു യുദ്ധമുണ്ട്, മറ്റൊരു യുദ്ധത്തിലേക്ക് കൂടി റഷ്യയെ വലിച്ചിഴക്കാനാവില്ല, അതിനുള്ള ബലമില്ല റഷ്യക്ക്. പക്ഷെ ചൈനയുടെ കാര്യം അങ്ങനെയല്ല. ചൈന നാളിതുവരെ പൊതുവെ നിശബ്ദമായി നിന്നൊരു രാജ്യമാണ്. മറ്റു രാജ്യങ്ങളുടെ അവിടെ ഞാനൊന്ന് ഇടപെട്ട് ചോദിക്കുന്നത്, താങ്കൾ തന്നെ പറഞ്ഞു ഇതെല്ലാം വാഗ്വിലാസം എന്ന് പറയുമ്പോൾ ഈ പറയുന്നത് പോലെ വലിയ മുന്നറിയിപ്പാണ്. അതായത് അതിശക്തമായ പ്രത്യാഘാതം ഉണ്ടാകും എന്നാണ് റഷ്യയുടെ മുന്നറിയിപ്പ്. അങ്ങനെയുള്ള ഒരു ശേഷി താങ്കൾ ഈ സൂചിപ്പിച്ചതുപോലെ മറ്റൊരു ടെൻഷൻ അവിടെ നിലനിൽക്കുകയാണല്ലോ യുക്രൈനുമായി. അതിനിടയിൽ ഇത്തരത്തിൽ പറയാൻ പറ്റുന്ന തരത്തിൽ ഈ യുക്രൈനുമായുള്ള സംഘർഷത്തിന്റെ തുടക്കം തന്നെ ഏതാണ്ട് ഒരാഴ്ച കൊണ്ടൊക്കെ യുക്രൈനെ തീർത്ത് കളയുമെന്ന വലിയ ആത്മവിശ്വാസത്തിലായിരുന്നു ആ യുദ്ധം ആരംഭിച്ചത് എന്നത് നമുക്ക് ചേർത്ത് വെക്കേണ്ടതുണ്ടല്ലോ. ശ്രീ അഭിലാഷ്, ഒരു കാര്യം മനസ്സിലാക്കണം. ഈ പറയുന്നതൊന്നും രാജ്യങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ 2-3 വർഷത്തെ ചരിത്രം നമുക്കറിയാമല്ലോ. റഷ്യ ഏതാനും ആഴ്ചകൾക്കുള്ളിൽ യുക്രൈനെ ഫിനിഷ് ചെയ്യുമെന്ന് വിചാരിച്ചു. ഇസ്രയേൽ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ഹമാസിന്റെ താവളങ്ങൾ മുഴുവൻ തീർത്ത് ഗാസയിൽ ഇസ്രയേൽ ആഗ്രഹിച്ച പോലെ ഒരു മാറ്റം കൊണ്ടുവരാൻ സാധിക്കുമെന്ന് വിചാരിച്ചു. എന്താണ് സംഭവിക്കുന്നത്? വർഷങ്ങൾ കഴിഞ്ഞിട്ടും വഞ്ചി തിരുനക്കര തന്നെയാണ്. ചെറിയ നേട്ടങ്ങൾ ഉണ്ടാക്കി എന്നത് ശരിയാണ്. ഹമാസിന്റെ കേപ്പബിലിറ്റി കുറച്ചുകൊണ്ട് വന്നു എന്നത് ശരിയാണ്. പക്ഷെ പൂർണ്ണമായ ഒരു സൈനിക വിജയം ആധുനിക കാലത്ത് ഉണ്ടാവില്ല എന്നത് സമീപകാലത്തെ ചരിത്രം സാക്ഷിയാണ്. അതുകൊണ്ടാണ് ഇറാനെ പോലെ വലിയൊരു രാജ്യം, അത് ആണവശക്തി അല്ലായിരിക്കാം, പക്ഷേ കൺവെൻഷണൽ മിലിറ്ററി പവർ തന്നെയാണ് ഇറാൻ. ഇറാഖ് നോക്കൂ, 2-3 ദശകങ്ങൾക്ക് മുമ്പ് ഇറാഖ് യുദ്ധത്തിന്റെ കാലം കൃത്യമായി പറഞ്ഞാൽ 80-കൾ 1980 മുതൽ 88 വരെയുള്ള 8-9 വർഷ കാലഘട്ടത്തിൽ നടത്തിയ യുദ്ധത്തിൽ പോലും അമേരിക്കയുടെയും അറബി ലോകത്തിന്റെയും എല്ലാം പിന്തുണ അന്നത്തെ സദ്ദാം ഹുസൈന്റെ ഇറാഖിനായിരുന്നു എന്നോർക്കണം. അവരോട് മുട്ടം വെട്ടി ഇറാൻ നിന്നതാണ് 10 വർഷം. കാര്യമായ പരിക്കില്ലാതെ രക്ഷപ്പെട്ടു പോയതുമാണ്. അപ്പൊ ഇറാനെ ആ രീതിയിൽ ഒരു കരയുദ്ധത്തിലൂടെയോ ഒന്നും കീഴടക്കാനാവില്ല. വ്യോമ ആധിപത്യം ഇറാന്റെ മേൽ നടത്താമെന്നല്ലാതെ പൂർണ്ണമായി കൊമ്പ് പൊത്തിക്കാനാവില്ല ഇന്നത്തെ നിലയിൽ. പക്ഷേ ആണവ നിലയങ്ങളിലേക്ക് ആക്രമണം വരികയും വികിരണം സംഭവിക്കുകയൊക്കെ ചെയ്താൽ ഒരുപക്ഷെ ഇറാനെ കീഴടങ്ങേണ്ട ഒരു അന്തരീക്ഷം വന്നേക്കാം. അതിൽ ഏതെങ്കിലും തരത്തിൽ അറ്റാക്ക് ചെയ്താൽ ഉണ്ടാകാൻ പോകുന്ന ഫലം എന്ത് എന്നതൊക്കെ ഇപ്പോഴും ആർക്കും അറിയാനും സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഷിനാസ് സാറിലേക്ക് വരുന്നതിന് മുമ്പ് സാർ, ഞാൻ ഇപ്പോൾ ഇസ്രായേലിൽ നിന്ന് രമ്യ വിജീഷ് കൂടി ചേരുന്നുണ്ട്. ഈ ചർച്ചയ്ക്കിടയ്ക്ക് രമ്യ ഒന്ന് എഴുന്നേറ്റ് പോയിരുന്നു. അതിന് ഈ ഇസ്രായേലിൻ്റെ പശ്ചാത്തലം എന്തായെന്ന് നമുക്കറിയില്ല. കാരണം എപ്പോഴും അലർട്ടുകൾ വരികയും ബങ്കറിലേക്ക് പോവുകയും ഒക്കെ ചെയ്യേണ്ട സാഹചര്യമുണ്ട് എന്ന് രമ്യ തന്നെ നേരത്തെ സൂചിപ്പിച്ച ഒരു പശ്ചാത്തലമുണ്ട്. അതിനിടയിലാണിപ്പോൾ ഓൺലൈനായി നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ കുറച്ച് വിവരങ്ങളൊന്ന് രമ്യയിൽ നിന്ന് തേടേണ്ടതുണ്ട്. രമ്യ, ഇവിടെ ഈ ചർച്ചയിൽ പങ്കെടുത്തവർ സൂചിപ്പിച്ചതുപോലെ ഗസയിൽ നടന്ന ഒരു ആക്രമണത്തിന്റെ സ്വഭാവം അറിയാം. അവിടെ നിന്ന് വ്യത്യസ്തമാണല്ലോ ഇപ്പോൾ ഇറാനിൽ നിന്നുണ്ടാകുന്ന തിരിച്ചടി അതിരൂക്ഷമാണ്. വലിയ ആക്രമണങ്ങൾ ആണ് നടക്കുന്നത്. വലിയ തോതിൽ നാശനഷ്ടങ്ങൾ സംഭവിക്കുമ്പോഴും മരണസംഖ്യയൊക്കെ വളരെ കുറവ് തന്നെയാണ്. വലിയ ആശ്വാസകരമാകുന്ന ഒന്ന് തന്നെയാണ്. കാരണം നിരവധി മലയാളികൾ ഉൾപ്പെടെയുള്ളവർ ഇസ്രായേലിൽ ജോലി ചെയ്യുന്നുണ്ട്. ഇപ്പോഴത്തെ അവിടുത്തെ ഒരു സാഹചര്യം എങ്ങനെയാണ്? രമ്യ അടക്കം എന്ത് സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്? ആക്ച്വലി അഭിലാഷൻ, ഇസ്രായേൽ യുദ്ധം തീരുമാനിച്ച് ഇറങ്ങണേക്കാൾ മുമ്പ് അതിന്റെ എന്തൊക്കെയാണ് അതിന്റെ ഇൻകം ഔട്ട്പുട്ട് എന്ന് അവർ ഓൾറെഡി എല്ലാം അവർക്കറിയാതെ അതനുസരിച്ചിട്ട് എല്ലാവരും ഷെഡ്യൂൾ. ഇപ്പൊ തന്നെ ഹോസ്പിറ്റലിൽ ഇന്നിപ്പോ ബഷവേൽ ഹോസ്പിറ്റലിലാണ് ഡയറക്റ്റ് ഹിറ്റ് ഉണ്ടായത്. പക്ഷെ ഓൾറെഡി അവർ അണ്ടർഗ്രൗണ്ട് ഫെസിലിറ്റീസ് എല്ലാം അവൈലബിൾ ആണ്. ഇപ്പൊ ഓപ്പറേഷൻ കേസ് ആയാലും അതുപോലെ മറ്റുള്ള പേഷ്യൻസ്, കിടപ്പ് പേഷ്യൻസ് ഒക്കെ ആയാലും അവർ ഓൾറെഡി അത് മാറ്റിയിട്ടുണ്ട് അവരെ.
പിന്നെ ഹോസ്പിറ്റലുള്ളത് നിലവിൽ ഇപ്പം നടക്കാൻ പറ്റുന്നതോ ആയിട്ടുള്ള ആൾക്കാരാണ്. അവർക്ക് അടുത്ത സേഫ്റ്റി റൂം എല്ലാം അവൈലബിൾ ആണ്. അവര് വെൽ പ്ലാൻഡ് ആണ്. പിന്നെ ഒരുപാട് ഇത് കത്തിയമ്പരുന്നൊക്കെ പറഞ്ഞത് വെറുതെയാണ്. അതായത് ഇമ്പാക്ട് ഉണ്ടായിട്ടുണ്ട്, ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഇവിടെ IDF അതിനെല്ലാത്തിനും ഈച്ച് ആൻഡ് എവരി സ്റ്റെപ്സ് അവർ എടുക്കുന്നുണ്ട്. അതനുസരിച്ചിട്ട് ഇപ്പൊ ഓരോ മിനിറ്റും നമുക്ക് വിലപ്പെട്ടതാണ്. ഇപ്പൊ ഞാൻ ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോയത് തന്നെ ഇതിന്റെ ഇടയ്ക്ക് അതർ സൈഡിൽ ഇത് വന്നിരുന്നു, റോക്കറ്റ് സൈറൻ വന്നു. അപ്പൊ ഇവിടെ ഇങ്ങോട്ടാണോ എന്ന് അറിയാനായിട്ടാണ്. ലിസ്റ്റ് ഇങ്ങനെ നമുക്ക് ഓൾറെഡി ടിവിയിൽ എഴുതി കാണിക്കും ഇന്നെ വന്നത്. അതാണ് ഞാൻ എഴുന്നേറ്റ് പോയി ചെക്ക് ചെയ്യാനായിട്ട് പോയത്. അതായത് ഇത്രമേൽ വലിയ പ്രതിസന്ധിയൊക്കെ നേരിടുമ്പോഴും കൃത്യമായ കമ്മ്യൂണിക്കേഷൻ അവിടുത്തെ ജനങ്ങളുമായി, മലയാളികൾ ഉൾപ്പെടെയുള്ളവരുമായി നടക്കുന്നുണ്ട് അല്ലേ? കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഓൾറെഡി ഇവിടെ ഒരു 10-20 മിനിറ്റ് മുമ്പേ നമുക്ക് ഇൻഫോർമേഷൻ വരുന്നുണ്ട് ഫോണിൽ. എക്സ്ട്രീം അലേർട്ട് എന്ന് പറഞ്ഞ് വരുന്നുണ്ട്. അത് 5 മിനിറ്റ് കിട്ടും. പിന്നെ നമുക്ക് റൂമിൽ കയറാം. അവിടെ ചെല്ലുമ്പോൾ നമുക്ക് നിങ്ങൾ ഫ്യൂ മിനിറ്റ്സിനുള്ളിൽ വരും അലേർട്ട് എന്ന് പറയും. അതിന് ശേഷമാണ് അലേർട്ട് വരുന്നത്. എല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആണ്. അവർ പറയുന്ന ഈച്ച് ആൻഡ് എവരി മിനിറ്റ് നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. അതനുസരിച്ചിട്ട് നമ്മൾ കറക്റ്റ് ആയിട്ട് ഫോളോ അപ്പ് ചെയ്താൽ മതി. രമ്യ, ഒരു കാര്യം കൂടി ഉള്ളത്, ഇപ്പോൾ ഈ ഗാസ സംഘർഷ സമയത്തടക്കം ഇസ്രായേലിൽ നിന്ന് നിരവധിയായ പ്രതികരണങ്ങൾ നമ്മൾ തേടിയിരുന്നു, നിരവധി വിവരങ്ങൾ പങ്കുവച്ചതുമാണ്. ആ സമയത്തൊന്നും അവിടെ സാധാരണക്കാരായ ആളുകളെ ഒന്നും അത് അല്പം പോലും ബാധിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാണ് മനസ്സിലാകുന്നത്. അവരുടെ പ്രതിരോധ സംവിധാനങ്ങൾ ആ അറ്റാക്കിനെ പൂർണ്ണമായും ഇല്ലാതാക്കി അല്ലെങ്കിൽ ചെറുത്തിരുന്നു. പക്ഷേ ഇപ്പോഴങ്ങനെയല്ലല്ലോ. അപ്പോൾ അവിടുത്തെ ഒരു ജീവിതത്തെ, അതായത് സാധാരണ ജീവിതത്തെ, ഇപ്പോൾ മലയാളികൾക്ക് കുറച്ചുകൂടി മനസ്സിലാകുന്നതിന് വേണ്ടിയാണ്, നമുക്കൊക്കെ ഒരു ജീവിത രീതിയുണ്ടല്ലോ, കൃത്യമായി ഓഫീസുകളിൽ പോവുക, സ്കൂളുകൾ കൃത്യമായി പ്രവർത്തിക്കുക. അത്തരം സാധാരണ ജീവിത രീതിയെ എത്രത്തോളം ഇപ്പോൾ, ഞാൻ ഏറ്റവും റീസെൻ്റായ സാഹചര്യമാണ് ചോദിക്കുന്നത്, ബാധിച്ചിട്ടുണ്ട് ഇസ്രായേലിൽ? ഇല്ല, അതൊരിക്കലും ബാധിക്കില്ല. ഇവിടുത്തെ ഒരു ജീവിത രീതി എന്ന് പറയണത് അതാണ്. ഇവർക്ക് അറിയാം ഏത് സമയത്ത് എന്ത് വരും. IDF ഇവർക്ക് പൂർണ്ണ വിശ്വാസമാണ്. ഇപ്പൊ നമ്മൾ പുറത്തേക്ക് ഒരു എല്ലാ കടകളും ഷോപ്സും ഓപ്പൺ ആണ്. നമുക്ക് വേണമെങ്കിൽ പുറത്തു പോകാം. പക്ഷെ നമ്മൾ പുറത്തു പോകുമ്പോൾ നമുക്ക് ബങ്കറുകൾ എവിടെ ഉണ്ടെന്ന് നമുക്ക് കറക്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. അത് നമ്മൾ കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ പിന്നെ ഇന്നോട്ട് ഓഫീസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തു. സ്കൂളിലെ പിള്ളേർക്ക് ക്ലാസ് ഇല്ലെങ്കിൽ പോലും അവർക്ക് ഓൺലൈൻ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ഈ ജനവാസ മേഖലകളിലേക്ക് അടക്കമാണല്ലോ ഈ ഇറാന്റെ ആക്രമണം തിരിച്ചുണ്ടാകുന്നത്. അവിടെയുള്ളവർക്കും ഈ പറയുന്നത് പോലെ കൃത്യമായി സ്പോട്ട് ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് തന്നെയുള്ള ഒരു മുന്നറിയിപ്പ് നൽകാൻ ഇസ്രായേലിന് സാധിക്കുന്നു എന്നാണോ? ആദ്യം തന്നെ നമുക്കൊരു എക്സ്ട്രീം അലേർട്ട് വന്നു. വരുമ്പോ അതിൽ പിന്നെ വരുന്നത് നിങ്ങളുടെ ഏരിയയിലേക്ക് വരാൻ ചാൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. അതിനുശേഷം അത് ഏത് ഏരിയ ആണെന്ന് അവരത് ഡിവൈഡ് ചെയ്യും. ഏത് ഏരിയയിലേക്ക് വേണ്ടെന്ന് അവർ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആ ഏരിയയിലേക്ക് നമുക്ക് സൈറൺ വരും. ആ സൈറന് തൊട്ടുമുമ്പ് മെസ്സേജ് വരും, റോക്കറ്റ് ആൻഡ് മിസൈൽസ് വരുന്നുണ്ട് ഫ്യൂ മിനിറ്റ്സിനുള്ളിൽ എന്ന് പറയും. അപ്പൊ നമുക്ക് സൈറൺ കിട്ടുമ്പോൾ നമ്മൾ അകത്തേക്ക് കയറും. നമ്മൾ അകത്തേക്ക് കയറി ഇത് ചെയ്യും. ഞാൻ ഓൾറെഡി ഷിഫ്റ്റ് ചെയ്തിരുന്നു. ഞാൻ ആദ്യം നിന്നിട്ടുന്ന്, കാരണം ഞാൻ 6th ഫ്ലോർ അപ്പായിരുന്നു. താഴത്ത് എനിക്ക് ഇവരെയും കൊണ്ട് ഇറങ്ങി വരാൻ ബുദ്ധിമുട്ട്. ഫാമിലിയൊക്കെ ഫുൾ സപ്പോർട്ടാണ്. അവരെ നമ്മളെ വേറൊരു വീട്ടിലേക്ക്, ഏരിയ 2ലേക്ക് ഷിഫ്റ്റ് ചെയ്തു. പേഷ്യന്റ് തന്നെ വീട്ടിൽ തന്നെ ഞങ്ങൾക്ക് സേഫ്റ്റി റൂം ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് ഡിഫിക്കൽട്ടി ഉണ്ടായാലും നമുക്ക് ഗവൺമെന്റ് ആയാലും ഫാമിലി ആയാലും നമുക്ക് കൂടെ നിൽക്കാം. അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ഒരുപാട് പേടി, അങ്ങനെ ഒരു പ്രശ്നം. അതായത് ഇപ്പോൾ ഈ സംഘർഷം തുടരുമ്പോഴും നാട്ടിലേക്ക് വരണമെന്നോ അവിടെ നിന്ന് പോരണമെന്നോ എന്ന തോന്നലൊന്നും മലയാളികൾക്ക് പൊതുവെ ഉണ്ടാകുന്നില്ല അല്ലെ? തോന്നലിന്റെ അല്ല, നമുക്ക് പേടി തോന്നേണ്ട ആവശ്യമില്ല. കറക്റ്റ് ഞാൻ പറഞ്ഞല്ലോ, അവർ പറഞ്ഞനുസരിച്ച് കറക്റ്റ് ഫോളോ ചെയ്താൽ നമുക്ക് പേടിയുടെ ഒരു ആവശ്യമില്ല. പേടിക്കുവാണെങ്കിൽ നമ്മൾ ഇത്. പിന്നെ കുറച്ചുപേര് എക്സിറ്റ് ആവാൻ വേണ്ടി ഇരുന്നവരുണ്ട്. അവര് ഇപ്പൊ ഓൾറെഡി എംബസി ഓപ്പൺ ആക്കിയിട്ടുണ്ടല്ലോ ലിങ്ക്. നമുക്ക് ജോർദാൻ അല്ലെങ്കിൽ ഈജിപ്റ്റ് വഴി നമുക്ക് നാട്ടിലെത്താനുള്ള ഫെസിലിറ്റീസ് എംബസി ചെയ്തിട്ടുണ്ട്. അവരും അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് കറക്റ്റ് ആയിട്ട്. അങ്ങനെ പോകുന്നവർക്ക് പോരാൻ ഒരു തരത്തിലുമുള്ള പ്രതിസന്ധിയുമില്ല അല്ലെ? ഇല്ല, പ്രതിസന്ധിയും പ്രശ്നമൊന്നുമില്ല. പോകുന്നവർക്ക് പോരാൻ നമുക്ക് അവിടെ രജിസ്റ്റർ ചെയ്യാം. രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ അവിടെ നിന്ന് നമുക്ക് എൻക്വയറി വരും, നിങ്ങൾ പോകാൻ താല്പര്യമുണ്ട് എങ്ങനെയാന്നുള്ള ഡീറ്റെയിൽസ്. അപ്പൊ നമുക്ക് ജോർദാൻ അല്ലെങ്കിൽ ഈജിപ്റ്റ് വഴി നമുക്ക് നാട്ടിലേക്ക് പോകാം. അതിന് പ്രോബ്ലം ഒന്നുമില്ല. യെസ്, എന്തായാലും ഞാൻ തിരികെ എത്താം. തീർച്ചയായും അലർട്ടുകൾ ഉണ്ടായെങ്കിൽ തീർച്ചയായും പിൻവാങ്ങുക, സുരക്ഷിതമായി തന്നെ തുടരുക എന്നതിനാണ് ഏറ്റവും പ്രാധാന്യം. ചർച്ചയെ കാര്യമാക്കേണ്ടതില്ല. ഏത് നിമിഷവും അലർട്ട് വന്നാൽ ഈ ചർച്ചയിൽ നിന്ന് പിൻവാങ്ങാം എന്നുകൂടി ഞാൻ രമ്യയെ അറിയിക്കട്ടെ. ഒപ്പം ശ്രീ ഷിനാസ്, ഇതാ രമ്യയുടെ പ്രതികരണമൊക്കെ വരുമ്പോഴടക്കം വലിയ ആത്മവിശ്വാസത്തിൽ ആണ് അവിടെയുള്ളവർ ഇപ്പോഴും മുന്നോട്ട് പോകുന്നത്. അവരുടെ സംവിധാനങ്ങളെ അവർക്ക് അത്രമേൽ വിശ്വാസമാണ്. ഇപ്പോൾ ഈ ആക്രമണം നടന്നു എന്ന് പറയുമ്പോൾ പോലും അത് ആശുപത്രിയുടെ പ്രവർത്തനത്തെ പോലും കാര്യമായി ബാധിക്കുന്നില്ല എന്നുള്ളതാണ്. തിരിച്ച് ഇസ്രായേൽ ഇറാനിൽ നടത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആക്രമണത്തിൻ്റെ ഈ സ്വഭാവം നമുക്കറിയാം. അത്ര എളുപ്പമല്ല ഇറാനെ ഈ പറയുന്നത് പോലെ അവരുടെ ആണവ കേന്ദ്രങ്ങളെയൊക്കെ ആക്രമിക്കുക അല്ലെങ്കിൽ ആണവ കേന്ദ്രങ്ങളെ നിർവീര്യമാക്കുക എന്നത്.
അതിൽ മറ്റ് രാജ്യങ്ങളുടെ പ്രത്യേകിച്ച് അമേരിക്കയുടെ നേരിട്ടുള്ള ഒരു ഇടപെടൽ ഇസ്രായേലിന് ആവശ്യമാണ്. അങ്ങനെ ഒരു ഇടപെടലിൻ്റെ സാധ്യത മുന്നിൽ നിൽക്കുന്നുണ്ട്. പക്ഷേ അമേരിക്കയിൽ അതിനെതിരായ വികാരങ്ങളും ശക്തിപ്പെടുന്നു എന്നുള്ളതാണ്. വൈറ്റ് ഹൗസിലേക്കടക്കം വലിയ പ്രതിഷേധങ്ങൾ നടന്നു. അതിനിടയിലാണ് റഷ്യയുടെ മുന്നറിയിപ്പ് അടക്കം വരുന്നത്. അപ്പോൾ ലോകരാജ്യങ്ങളിൽ ഈ സംഘർഷം മറ്റൊരു തലത്തിലേക്ക് സാഹചര്യത്തെ എത്തിക്കുന്നു എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? അമേരിക്കയുടെ കാര്യം പറഞ്ഞാൽ വാസ്തവത്തിൽ ട്രംപിന്റെ ജൂൺ കഴിഞ്ഞ വെള്ളിയാഴ്ച മുതലുള്ള പ്രസ്താവനകൾ തെളിയിക്കുന്നത് അദ്ദേഹം ഒരു ഹാംലേഷ്യൻ ഡയലമയിൽ, ഹാംലേഷ്യൻ ധർമ്മസങ്കടം, ടു ബി ഓർ നോട്ട് ടു ബി. ഇന്നലെ പോലും പറഞ്ഞില്ലേ, ഞങ്ങൾ ചിലപ്പോൾ യുദ്ധത്തിൽ ചേർന്നേക്കാം, ഇടപെട്ടേക്കാം, ഇടപെടാതിരിക്കാം, ഒന്നും പറയാൻ പറ്റില്ല. അതേപോലെ G7 ഉച്ചകോടി പാതി വഴിക്ക് അവിടുന്ന് ട്രംപ് പോയപ്പോൾ പറഞ്ഞത് ഇത് സീസ് ഫയറിനാണോ എന്ന് ഇമാനുവൽ മക്രോ ഒക്കെ ആ രീതിയിൽ പറഞ്ഞു. അപ്പോൾ ട്രംപ് പറഞ്ഞത് സീസ് ഫയറിനല്ല, ഒരു റിയൽ എൻഡ്, അന്തിമമായ പര്യവസാനത്തിന് വേണ്ടിയാണ് പോകുന്നത്. അവിടെയൊക്കെ ഒരു ആംബിഗ്വിറ്റി, ഒരു അവ്യക്തത ട്രംപിന്റെ കാര്യത്തിലുണ്ട്. അപ്പോ ഇസ്രായേലിന് നതാൻസിൽ ഉപരിതലത്തിലുള്ളതൊക്കെ നശിപ്പിച്ചു. ഫർദോ എന്ന് പറഞ്ഞാൽ ടെഹ്റാനിൽ നിന്ന് 95 കിലോമീറ്റർ അകലെ മലയിടുക്കുകൾക്കിടയിൽ ഭൂഗർഭ കേന്ദ്രമാണ്. 100 മീറ്റർ ആഴത്തിൽ. അതിനെ തകർക്കാൻ ഇസ്രായേലിന്റെ കൈവശം ആയുധമില്ല. അത് തകർക്കണമെങ്കിൽ അമേരിക്കയുടെ ബങ്കർ ബസ്റ്റിംഗ് ബോംബ്സ്, അത് GBU 57A ഒക്കെയാണ് നമ്മൾ വായിച്ചത്, അത് വേണം. അതിന് ഏതാണ്ട് 13,000 കിലോ ഭാരമുണ്ട്, 13,600 കിലോ. അത്തരം ഭാരമുള്ള ബോംബുകൾ വഹിക്കാൻ ശേഷിയുള്ള ഏക ഫൈറ്റർ എയർക്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ കൈവശമുള്ള B-2 സ്റ്റെൽത്ത് ബോംബേഴ്സ് ആണ്. ഇപ്പൊ ഡീഗോ ഗാർഷ്യ അമേരിക്കൻ ബേസിൽ നിന്ന് B-2 അപ്രത്യക്ഷമായി, പഴയ സാറ്റലൈറ്റ് ഇമേജ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ. പിന്നെ 3 വിമാനവാഹി കപ്പലുകൾ എന്ന് വെച്ചാൽ ആ മേഖലയിൽ ഇടപെടാൻ തക്ക വിധം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ചിലതൊക്കെ അവിടെയുണ്ട്, നിമിത്സ് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഏതെങ്കിലും നിമിഷം അമേരിക്കക്ക് ഇടപെടേണ്ടി വന്നേക്കാം എന്ന ഒരു സാഹചര്യമുണ്ട്. സിറ്റുവേഷൻ റൂമിലൊക്കെ ചർച്ച നടക്കുന്നത് ഏറ്റവും അന്തിമമായ, ഇപ്പം ബിൻ ലാദൻ വധിക്കുന്നതൊക്കെ ആ ഓപ്പറേഷൻ സിറ്റുവേഷൻ റൂമിൽ നിന്നും ഹിലറി ക്ലിന്റണും ബരാക് ഒബാമയും ഒക്കെ കാണുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. അപ്പം വളരെ നിർണായകമായ ചില തീരുമാനങ്ങൾ എടുക്കാൻ, അല്ലെങ്കിൽ വളരെ നിർണായകമായ ചില ചർച്ചകൾ നടത്താനാണ് സിറ്റുവേഷൻ റൂമിൽ യോഗം ചേരുക. അപ്പൊ നിർണായകമായ തീരുമാനം ഇപ്പോ ഇസ്രായേലിന്റെ പ്രഖ്യാപിത ലക്ഷ്യം രണ്ടെണ്ണമാണ് നെതന്യാഹു പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒന്ന്, ഇസ്രായേലിനെ പൂർണ്ണമായി ആണവ വിമുക്തമാക്കുക. 2, റെജിം ചേഞ്ച്, ഭരണമാറ്റം അല്ലെങ്കിൽ റെജിം കൊലാപ്സ്. ഇത് രണ്ടുമാണ്. പക്ഷേ ഈ ഇസ്രായേലിനെ പൂർണ്ണമായി അണ്വായുധ വിമുക്തമാക്കുക എന്ന് പറയുമ്പോൾ ഫർദോ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രം, ഭൂഗർഭ കേന്ദ്രത്തിൽ സ്ഥിതി ചെയ്യുന്നത് അമേരിക്കയുടെ സഹായത്തോടെ തകർക്കാനാണ് ഇസ്രായേലിന്റെ ആഗ്രഹം. അപ്പൊ ഇസ്രായേൽ അമേരിക്കയോട് പറയാതെ പറയുന്നത്, ഞങ്ങൾ എല്ലാ ഗ്രൗണ്ട് വർക്കും ചെയ്തു കഴിഞ്ഞു, ഞങ്ങൾ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ എല്ലാം നിഷ്പ്രഭമാക്കി, നിർവീര്യമാക്കി. ഇറാനിൽ നിന്ന് ആ രീതിയിലുള്ള ഭീഷണികളൊന്നുമില്ല. നിങ്ങളുടെ വിമാനങ്ങൾക്കും ഞങ്ങളുടെ വിമാനങ്ങൾ പാറിപ്പറക്കുന്നത് പോലെ ടെഹ്റാന്റെ ആകാശത്ത് പാറിപ്പറക്കാം. എല്ലാ ഗ്രൗണ്ട് വർക്കും ഞങ്ങൾ ചെയ്തു കഴിഞ്ഞു. പക്ഷേ ഇറാനെ സമ്പൂർണമായി അണ്വായുധ വിമുക്തമാക്കാൻ ഫർദോയിലെ ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രവും നതാൻസിൽ അവശേഷിക്കുന്ന ഭാഗങ്ങളും തകർക്കാൻ ഈ ബങ്കർ ബസ്റ്റഡ് ബോംബ്സ് വേണം. അത് തന്നെ നമ്മൾ അറിയുന്നത്, ഈ ബങ്കർ ബസ്റ്റഡ് ബോംബ്സിന് ഒന്നിട്ടാൽ പോരാ, പലതവണ മൾട്ടിപ്പിൾ സ്ട്രൈക്സ് വേണം. അത് അപ്പൊ വാസ്തവത്തിൽ എൻ്റെ ഒരു സംശയം, ഈ ന്യൂക്ലിയർ ഡിറ്ററൻസ്, ഈ ന്യൂക്ലിയർ ഓർഡറിന്റെ മൊത്തം കൊലാപ്സ്, ഒരു തകർച്ചയാണ് നമ്മൾ കാണുന്നത്. സോവിയറ്റ് യൂണിയൻ ശീതയുദ്ധ കാലത്ത് പറഞ്ഞോളൂ. ഞാൻ അദ്ദേഹത്തിലേക്ക് വരാം. ഇപ്പോൾ
വീണ്ടും ഒരിക്കൽ കൂടി ഞാൻ രഘുനാഥ് നായരിലേക്ക് പോവുകയാണ്. സാർ, ഞാൻ ഒരുപക്ഷെ സൂചിപ്പിക്കാനിരുന്ന അതേ വിഷയം തന്നെയാണ് ഷിനാസ് സാർ ഇവിടെ സൂചിപ്പിച്ചു വെച്ചത്. അവിടെ ഇപ്പോൾ നദാൻസിൽ നടത്തുന്ന ആക്രമണം പോലെ ഒരു ആക്രമണം നടത്തിയിട്ടൊന്നും ഫർദോയെ പിടിക്കാനോ അല്ലെങ്കിൽ തകർക്കാനോ സാധിക്കില്ല എന്നുള്ളതാണ്. അവിടെ സൂചിപ്പിക്കുന്ന പോലെ വിവരങ്ങൾ അനുസരിച്ച് 90 മീറ്ററോളം ആഴത്തിൽ ഉള്ള ഒരു ആണവ പരീക്ഷണ കേന്ദ്രം ആണത്. അവിടെ സാറ് ഷിനാസ് സാർ പറഞ്ഞോളൂ. അപ്പോ ഈ ഇറാനിൽ റെജിം ചേഞ്ച് ഇനി നടന്നു എന്ന് തന്നെ വെക്കുക. അപ്പോൾ ഇറാനിൽ ഇപ്പോ ജാഫർ ഫിലിം മേക്കർ ജാഫർ പഹാനി, ഷെറീൻ ഇബാദി ഇവരൊക്കെ സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിട്ടുണ്ട്. അവർ പറഞ്ഞ 2 ഭാഗങ്ങൾ പറഞ്ഞു. അവർ പറഞ്ഞിരിക്കുന്നത് ഇറാന്റെ പരമാധികാരത്തെയും അഖണ്ഡതയെയും ആര് തൊട്ട് കളിച്ചാലും അത് ഞങ്ങൾക്ക് സ്വീകാര്യമല്ല. പക്ഷെ ഇറാനിലെ ഈ മർദ്ദക, ഈ ക്ലറിക്കൽ ലീഡർഷിപ്പിനോട് ഞങ്ങൾക്ക് ഒരിക്കലും യോജിക്കാൻ പറ്റില്ല. അത് മാറി ഇറാനിൽ ഒരു റെസ്പോൺസീവ് ആയിട്ടുള്ള ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഗവൺമെന്റ് വരണം. പക്ഷേ നോക്കൂ, ഇസ്രായേലിന് ഏതാണ്ട് 100ഓളം അണ്വായുധങ്ങൾ ഉണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. ഇസ്രായേൽ അത് ഒഫീഷ്യലായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും. അപ്പോൾ ഇറാന് അണ്വായുധങ്ങൾ ഇല്ല എന്ന് നിശേഷം ഉറപ്പുള്ളത് കൊണ്ടാണ് ഈ ഇസ്രായേൽ ആക്രമിക്കുന്നത്. ഇറാന്റെ കൈവശം 2ഓ 3ഓ അണ്വായുധങ്ങൾ ഉണ്ടെങ്കിൽ അത് മിസൈൽസിനോട് മെയ്റ്റ് എന്ന് വെച്ചാൽ യോജിപ്പിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടാവുമായിരുന്നില്ല. അപ്പോ ഈ ന്യൂക്ലിയർ ഡിറ്ററൻസിന്റെ ഇപ്പൊ ഇസ്രായേലിന് സ്വന്തമായ അണ്വായുധങ്ങളുണ്ട്. അമേരിക്കയുടെ ന്യൂക്ലിയർ അംബ്രല്ലയുടെ പ്രൊട്ടക്ഷൻ ഉണ്ട്. മാത്രമല്ല ഈ ഇസ്രായേലിന്റെ വ്യോമ പ്രതിരോധ സംവിധാനം ബഹുപാളികളുള്ളതാണ്. അയൺ ഡോം മാത്രമല്ല, ആരോ 2, ആരോ 3, ഡേവിഡ് സ്ലിംഗ്, പിന്നെ അമേരിക്ക തന്നെ വിന്യസിച്ച താഡ്, ഇതിനെയൊക്കെ മറികടന്നുകൊണ്ടാണ് ഇതാവുന്നത്. അത് തന്നെയാണ് ഇറാനും അവകാശപ്പെട്ടത്. ഈ സംവിധാനങ്ങളെല്ലാം സംവിധാനങ്ങൾ പരാജയപ്പെട്ടു എന്നതാണ് ഞങ്ങളുടെ മിസൈലുകൾ തെളിയിച്ചത് എന്നാണ് ഇറാൻ പറയുന്നത്. ഞാൻ രഘുനാഥ് സാറിലേക്ക് പോകുമ്പോൾ, സാർ ഇത്തരത്തിൽ ഈ സൂചിപ്പിച്ചതുപോലെയുള്ള ഒരു ആക്രമണം അത് തുടർച്ചയായി ആക്രമിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. B-2 സ്റ്റെൽത്ത് ബോംബർ ഫൈറ്ററുകൾ ആണ് അതിന് ഉപയോഗിക്കേണ്ടത് എന്ന വിവരങ്ങൾ പുറത്തു വരുന്നു. വെസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചുകൊണ്ട് മാത്രമേ ആക്രമണം സാധ്യമാകൂ എന്ന് പറയുന്നു. പക്ഷേ ആ വെസ്റ്റർ ബോംബുകൾക്ക് പോലും ഈ 90 മീറ്റർ ആഴത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ആണവ നിലയത്തിലേക്ക് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുമോ എന്ന് സംശയമടക്കം പ്രകടിപ്പിക്കുന്നവർ ഉണ്ട്. ഈ സൂചിപ്പിക്കുന്ന പോലെ, അതായത് ഇറാനും ഇത് പ്രതീക്ഷിച്ച് തന്നെയാണല്ലോ നിൽക്കുന്നത്. അപ്പോൾ അമേരിക്ക സൈനികമായി നേരിട്ട് രംഗത്ത് വന്നാൽ പോലും അത്ര പെട്ടെന്ന് ഇറാനെ ഈ തരത്തിൽ ആക്രമിക്കുക, അല്ലെങ്കിൽ അമേരിക്കയുടെ ട്രംപിന്റെ ഭാഷയിൽ തന്നെ പറഞ്ഞാൽ കീഴടക്കുക എന്നത് എളുപ്പമാകുമോ? ഇതില് വളരെ ക്ലിയർ ആണ്. ഇതിനു മുമ്പ് ശ്രീ വേണുഗോപാലാണോ ശ്രീ ഡോക്ടർ മോഹൻ വർഗീസ് ആണോ പറഞ്ഞതെന്നറിയില്ല, ഒരു കരയുദ്ധത്തിലൂടെ ഇറാനെ കീഴടക്കുക എന്നുള്ളത് നടക്കുന്ന കാര്യമല്ല. അത് വളരെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. തന്നെയല്ല നമ്മൾ കണ്ടതാണ് ഇറാൻ ഇറാഖ് വാറിൽ ഇത്രയും വർഷം ഫൈറ്റ് ചെയ്ത് നിന്നിട്ട് ഇറാന് വലിയ പ്രശ്നം ഉണ്ടായിട്ടില്ല. ഇവിടെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറാന്റെ ന്യൂക്ലിയർ ഫെസിലിറ്റീസിനെ സമ്പൂർണ്ണമായിട്ട് നശിപ്പിക്കുക എന്ന് പറയുമ്പോൾ ഈ മദർ ഓഫ് ഓൾ ബോംബ്സ് എന്നാണ് ഇതിനെ വിളിക്കുന്നത്. GBU ബോംബുകളെ വിളിക്കുന്ന മദർ ഓഫ് ഓൾ ബോംബ്സ് എന്നാണ് വിളിക്കുന്നത്. ഇതിന്റെ പെനിട്രേഷൻ 200 അടിയിൽ കൂടുതൽ ഇതിന് ഡീപ് പെനിട്രേഷൻ കേപ്പബിലിറ്റി ഉണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അങ്ങനെ വരുമ്പോ ഇപ്പൊ ഇസ്രായേലിന്റെ കയ്യിലുള്ള ബോംബുകൾ അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ബങ്കർ ബസ്റ്റർ ബോംബുകളൊക്കെ അതിന്റെ ഒരു 30 മീറ്റർ വരെ ഉള്ള പിന്നെ ആഴത്തിൽ ചെന്നിട്ട് ബസ്റ്റ് ചെയ്തിട്ട് അതിനെ നശിപ്പിക്കാനായിട്ട് കഴിയും. ഇവിടെ പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒന്നാമത്തെ കാര്യം ഈ മദർ ഓഫ് ഓൾ ബോംബ്സ്, ഈ GBO ബോംബുകളുടെ ആക്യുറസി എത്രയാണെന്നുള്ളതാണ്. കാരണം ഒരു മലയെ മുഴുവനായിട്ട് നശിപ്പിക്കാൻ പറ്റത്തില്ല. ഇപ്പൊ നമുക്ക് കിരാന ഹിൽസിൽ നമ്മൾ കണ്ടതാണ്, അതിന്റെ കവാടങ്ങളിൽ കൂടെ വളരെ കൃത്യമായിട്ട് പ്രിസിഷൻ സ്ട്രൈക്ക് നടത്തിയിട്ടാണ് അവിടെ ഒരു ആക്രമണം ഉണ്ടായിരിക്കുന്നത്. അത് ആരൊക്കെ സമ്മതിച്ചാലും നിഷേധിച്ചാലും അവിടെ കിരാന ഹിൽസിൽ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതേ മോഡലില്, പക്ഷെ ഇതിന് അത്രയും പെനിട്രേറ്റ്, മറ്റേന്ന് പറഞ്ഞാൽ മിസൈൽ വെച്ച് അടിക്കുമായിരുന്നു, അതിന് ഇത്രയും താഴ്ചയിലല്ലായിരുന്നു. പക്ഷെ ഈ പറഞ്ഞ ഈ GBU ബോംബുകൾക്ക് അത്രയും കൃത്യതയോടുകൂടി ചെയ്യാൻ കഴിഞ്ഞാല് 2ഓ 3ഓ ബോംബുകൾ ഒരേ സ്പോട്ടിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നശിപ്പിക്കാനായിട്ട് സാധിക്കും. പിന്നെ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് പെട്ടെന്നുണ്ടായ ഒരു ഡെവലപ്മെന്റ് അല്ല എന്നുള്ളതാണ്. ഇത് ട്രംപ് അധികാരത്തില് വന്നു കഴിയുമ്പോ തന്നെ, അല്ല അതിന് മുമ്പ് തന്നെ ട്രംപ് ഇത് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ അതിന്റെ ആ ഒരു സീക്വൻസ് ഓഫ് ഇവന്റ്സ് നമുക്ക് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും.
അതായത് ട്രംപ് ആദ്യം മുതലേ പറയുന്നുണ്ട് ഞാൻ കയറി കഴിഞ്ഞ 24 മണിക്കൂറിനകത്ത് റഷ്യ യുക്രൈൻ വാർ നിർത്തും എന്നൊക്കെ പറയുന്നത് അതൊക്കെ നടക്കുന്നില്ല. ട്രംപ് ചെയ്ത എന്താണ്, 2 കാര്യങ്ങൾ നമുക്ക് വളരെ കൃത്യമായ എക്സാമ്പിൾ ആയിട്ട് ഇവിടെ എടുക്കാം. ഒന്ന്, ട്രംപ് കയറി കഴിഞ്ഞ ഉടനെ തന്നെ യുക്രൈനെതിരായിട്ടൊരു നിലപാട് സ്വീകരിക്കുകയാണ്. അവർക്കുള്ള സകല സൈനിക സഹായങ്ങളും അതുപോലെ തന്നെ സാമ്പത്തിക സഹായങ്ങളും നിർത്തുകയാണ്. അതിനു മുമ്പായിട്ട് പുടിനുമായിട്ട് ദീർഘനേരം പല പ്രാവശ്യം ട്രംപ് ഫോണിൽ സംസാരിക്കുന്നു. അപ്പൊ അന്നേ ട്രംപിന്റെ മനസ്സിൽ ഇറാന്റെ ആണവശേഷിയെ ആക്രമിക്കുക എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലുണ്ട്. അപ്പൊ ഒരു പക്ഷേ പുടിന്റെ അടുത്ത് പറഞ്ഞു കാണും, ഞങ്ങളിതാ നിനക്ക് ഏറ്റവും പാരയായിട്ട് നിൽക്കുന്ന യുക്രൈനാണ്, യുക്രൈനിലുള്ള സകല സഹായങ്ങളും ഞങ്ങൾ നിർത്തുന്നു, ഞങ്ങൾ നിർത്തി കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് സഹായിക്കാൻ പറ്റുന്നതിന് ഒരു പരിമിതിയുണ്ട്, അതുകൊണ്ട് ഇത് നിനക്ക് കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിട്ട് പോകും, അതിന് പകരമായിട്ട് ഇസ്രായേലിനെ വെച്ചിട്ട് ഞങ്ങൾ ഇറാനെ ആക്രമിക്കും, ഇടപെടരുത്. പോസിബിലിറ്റി ഉണ്ട്. പക്ഷേ റഷ്യ ഈ വിഷയത്തിൽ ഇടപെടുകയാണല്ലോ ചെയ്തത്. അവിടെ പറയാം എന്തായാലും ഇത് ഇസ്രായേലും ഇറാനും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് ആണ്. അതിൽ എക്സ്റ്റേണൽ പാർട്ടീസ് ഇടപെടുന്നില്ല എന്നുള്ള ഒരു എഗ്രിമെന്റ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോ ട്രംപ് അതിലേക്ക് കയറുന്നു എന്ന് കണ്ടപ്പോ, കാരണം റഷ്യയുടെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു അലയാണ് ഇറാൻ, തീർച്ചയായിട്ടും അപ്പം റഷ്യ ഇടപെടും. കാരണം അന്ന് പറഞ്ഞ ടേംസിൽ നിന്ന് വ്യത്യാസം വന്നില്ല. ഇപ്പൊ നമ്മൾ രണ്ടാമത്തെ ഒരു ഇൻസിഡന്റ് എടുക്കുകയാണെങ്കിൽ ഇന്ത്യ പാകിസ്ഥാൻ നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂറിൽ ട്രംപ് പറഞ്ഞു നിർത്താനായിട്ട് പറഞ്ഞില്ല എന്നുള്ള ആർഗ്യുമെന്റ് അവിടെ നിൽക്കട്ടെ, അതൊരു പൊളിറ്റിക്കൽ ഇതാണ്, അത് അവിടെ നിൽക്കട്ടെ. പക്ഷെ കിരാനാസ് ഹിൽസില് അവിടെ സ്ഫോടനങ്ങൾ നടന്നിട്ടുണ്ട്, അവിടുന്ന് ലീക്കുകൾ നടന്നിട്ടുണ്ടോ എന്നുള്ള ഒരു സിറ്റുവേഷനിലാണ് ഓൾ ഓഫ് എ സഡൻ നിർത്താനായിട്ടുള്ള ഒരു നീക്കത്തിലേക്ക് പോകുന്നത്. ശരി, ഇവിടെ നമ്മൾ കൂട്ടി വായിക്കേണ്ടത് ട്രംപിന് പാകിസ്ഥാനെ കൂടി ഇതിനകത്ത് ഉപയോഗിച്ചുകൊണ്ട്, അതായത് ഇപ്പൊ എല്ലാ പ്രോക്സി വാറാണ് ചെയ്യുന്നത്, പാകിസ്ഥാനെ ഒരു പ്രോക്സി ആയിട്ട് ഉപയോഗിച്ചുകൊണ്ട് പാകിസ്ഥാന്റെ എയർ സ്പേസോ അല്ലെങ്കിൽ സമുദ്ര സ്പേസോ ഉപയോഗിച്ചിട്ട് പാകിസ്ഥാനെ കൊണ്ട് തന്നെയോ അല്ലെങ്കിൽ അമേരിക്ക നേരിട്ടെയോ ഞാൻ ഈ പറഞ്ഞ ഇറാന്റെ പൂർണ്ണമായിട്ടും ഇറാന്റെ ഈ ആയുധ ശേഖരങ്ങൾ എവിടൊക്കെയാണോ, തീർച്ചയായിട്ടും ഇത് അവരുടെ ഈസ്റ്റേൺ സെക്ടറിലേക്ക് ഇവർ മൂവ് ചെയ്തിട്ടുണ്ടാവും കുറെയൊക്കെ. കാരണം ഇസ്രായേലിന് അത്ര വേഗം എത്തിപ്പെടാൻ കഴിയാത്ത സേഫ്റ്റി കൂടുതലുള്ള സ്ഥലങ്ങളായ ഈസ്റ്റേൺ ഭാഗങ്ങളാണ്, അവിടെ കൂടുതലായിട്ടുള്ള കോൺസെൻട്രേഷൻ ഉണ്ടാവും. ഇതിന്റെ കൃത്യമായ സ്ഥാനങ്ങളും വിവരങ്ങളും ഇസ്രായേലിന് കാണും. അപ്പൊ അവിടെ അടിക്കണമെന്നുണ്ടെങ്കിൽ ഈ പാകിസ്ഥാൻ വഴിയേ സാധിക്കുകയുള്ളൂ. ഇങ്ങനെയുള്ള പോസിബിലിറ്റീസും ഇതിൽ ഉണ്ട്. വേണുഗോപാൽ സാർ, അതിനോട് താങ്കൾ യോജിക്കുന്നുണ്ടോ? അല്ല, ഈ പാകിസ്ഥാനെ ഇപ്പോൾ US വശത്താക്കാൻ ശ്രമിച്ചതിൻ്റെ ഒരു കാരണം അദ്ദേഹം പറഞ്ഞത് തന്നെയാണ്, അല്ലെങ്കിൽ ശ്രീ മോഹൻ വർഗീസ് സാർ പറഞ്ഞത് തന്നെയാണ്. അതായത് ഇറാനിൽ നീണ്ടു നിൽക്കുന്ന ഒരു യുദ്ധം വരികയാണെങ്കിൽ കരയിലൂടെയുള്ള ചില നീക്കങ്ങളും കൂടെ വേണ്ടി വരും, അല്ലെങ്കിൽ സമുദ്രത്തിലൂടെയുള്ള നീക്കങ്ങൾ വേണ്ടി വരും. അതിന് പാകിസ്ഥാൻ്റെ സപ്പോർട്ട് വളരെ പ്രധാനമാണ്. അതിനേക്കാൾ ഉപരി പാകിസ്ഥാൻ ഒരു കാരണവശാലും ഇറാനെ സഹായിക്കരുത്, അത് വളരെ നിർബന്ധമാണ്. കാരണം പാകിസ്ഥാൻ അണുവായുധമുള്ള ഒരു രാഷ്ട്രമാണ്. ആ അണുവായുധമുള്ള രാഷ്ട്രം ഇറാനെ ഡയറക്റ്റായിട്ട് സഹായിച്ചാൽ ഒരുപക്ഷെ ഇവിടെ നിന്ന് അണുവായുധം വിക്ഷേപിച്ചില്ലെങ്കിലും ഇത് ഇറാന് കൈമാറുകയും അവരുടെ മിസൈലുമായി ബന്ധിപ്പിക്കാൻ കഴിയുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇസ്രായേലിന് വലിയ വിപത്തുണ്ടാകും. അതെല്ലാം കൂടെ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് പാകിസ്ഥാനെ വശത്താക്കി വെക്കാൻ ശ്രമിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ചൈനയ്ക്ക് ഒരു എലയായിട്ട് നിൽക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ പാകിസ്ഥാനെ തങ്ങളുടെ പരിധിയിൽ കുറച്ച് നിർത്തണം എന്നുള്ളതും അമേരിക്കയുടെ ഒരു ആഗ്രഹമാണ്. അതുപോലെ ഇറാനിൽ യുദ്ധം കരയുദ്ധം പോലെ നീണ്ടുപോവുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഇന്നത്തെ അവസ്ഥ മാറി ഈ മിസൈലുകളൊക്കെ കഴിഞ്ഞാൽ പോലും, ഒരുപക്ഷെ അവിടെ ഒരു റെജിമിനെ സ്ഥാപിക്കാൻ ശ്രമിച്ചാൽ പോലും അവിടെ അഫ്ഗാനിസ്ഥാനിൽ നടക്കുന്നത് പോലെ ഒളിയുദ്ധങ്ങളും മറ്റുമായിട്ട് ഈ ആർമി തന്നെ പല വിധത്തിൽ അവിടെ ഇരിക്കുന്ന സർക്കാരിനെ ശല്യം ചെയ്തുകൊണ്ടിരിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ സാഹചര്യത്തിലൊക്കെ പാകിസ്ഥാൻ്റെ സാന്നിധ്യം, പാകിസ്ഥാൻ്റെ എയർബേസ് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം വാഹനത്തിലൂടെയും ഒക്കെ അതിർത്തി കടന്ന് അങ്ങോട്ട് പ്രവേശിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനേക്കാളൊക്കെ ഉപരിയായിട്ടുള്ളത് ഇപ്പോൾ അവർ മറ്റൊരു വിധത്തിൽ പരിശ്രമിക്കുന്നത് ഇറാൻ്റെ സൈന്യത്തിലെ ആ ടോപ്പ് ലെയറിൽ കുറേ മാറ്റം വന്നു കഴിഞ്ഞാൽ താഴെ നിന്നുള്ള ഒരാളെ തങ്ങൾക്ക് അനുകൂലമായി കിട്ടിയാൽ അയാളെ നിർത്തിക്കൊണ്ട് ഒരു റെജീം വന്നാൽ ഒരുപക്ഷെ അവർക്ക് ഈ യുദ്ധം പെട്ടെന്ന് അവസാനിപ്പിക്കാനും തങ്ങൾ ഉദ്ദേശിക്കുന്ന മറ്റു കാര്യങ്ങൾ സാധിക്കാനും ഒക്കെ കഴിയുമെന്നാണ്. പക്ഷേ എന്ത് വന്നാലും ഫർദോ ആണവ നിലയത്തിൽ തകർച്ച ഉണ്ടാക്കിയില്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടുണ്ടാകും. അത് ഈ പറഞ്ഞ പോലെ കറക്റ്റായിട്ട് പ്രിസൈസ് ആയിട്ടുള്ള ഒരു ഫിനിഷിങ്ങിന് പറ്റാത്ത ഒരു മേഖലയാണെന്നുള്ളതാണ് ഇപ്പോഴും പലരും പറയുന്നത്. കാരണം റോക്കി ആയിട്ടുള്ള പർവ്വത നിരകൾ മുഴുവൻ തകർത്തുകൊണ്ട് ഈ അടിയിലേക്ക് പോയി ഇത് തകർക്കുക വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതിൻ്റെ എൻട്രി പ്ലേസിലേക്ക് എങ്ങനെ പ്രവേശിക്കാമെന്നുള്ളതാണ്. അപ്പോൾ അതിന് ഇപ്പോൾ മൊസാദിനെ അവിടെ വിട്ട് അവിടെ അകത്ത് കടന്ന് ഒരു സ്ഫോടനം ഉണ്ടാക്കാൻ കഴിയുമോ എന്ന് വരെ അവർ പരിശോധിക്കുന്നതായിട്ടാണ് അറിയുന്നത്. കാരണം ഈ ബങ്കർ ബസ്റ്റർ തന്നെ ഫലപ്രദമായില്ലെങ്കിൽ
ഒരു സ്പൈ വർക്കിലൂടെ അവിടെ പ്രവേശിക്കാൻ അനുവാദമുള്ള ചിലരിലൂടെ അവിടെ ഒരു എക്സ്പ്ലോഷൻ ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ അത് ഒരു പക്ഷേ ഈ ഫർദോയുടെ ഒരു നിർവീര്യമാക്കലിന് കുറേ ഉപകരിക്കും. അങ്ങനെ വന്നാലും അത് വിജയകരം. ഇങ്ങനെ പലവിധ ഈ മൊസാദിനെ സംബന്ധിച്ചിടത്തോളം അവർ 100 ഓപ്ഷൻസ് ഒരേ സമയം നോക്കുന്നവരാണ്. അങ്ങനെ പല ഓപ്ഷൻസ് അവരിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇറാൻ ഇതെല്ലാം കണക്ക് കൂട്ടി വളരെ സ്ട്രാറ്റജിക് ആയിട്ടാണ് അവരുടെ ഈ ഫർദോ ആണവ കേന്ദ്രം സ്ഥാപിച്ചിട്ടുള്ളത്. അതിലേക്കുള്ള അറ്റാക്ക് വളരെ വളരെ ദുഷ്കരവുമാണ്. യെസ്, അതാണല്ലോ ഡോക്ടർ മോഹൻ വർഗീസ്. അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ് 89 മുതൽ പ്രവർത്തിക്കുന്ന ഒരു ആണവ നിലയം. അത് പുറം ലോകം അറിഞ്ഞത് തന്നെ പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ്. അവിടെ നടക്കുന്നത് എന്ത് എന്ന് ഇപ്പോഴും വ്യക്തതയില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് കൃത്യമായി അമേരിക്ക ഇടപെടാൻ ശ്രമിക്കുന്നത്. ഇറാൻ ആകട്ടെ അമേരിക്കയുടെ നിർദ്ദേശങ്ങളും മുന്നോട്ട് വെക്കലുകളും എല്ലാം തള്ളിക്കളയുകയാണ്. അതുകൊണ്ടാണല്ലോ ഇത് എവിടെ എത്തി നിൽക്കും, ഇതെങ്ങനെ ഒരു സൊല്യൂഷൻ എന്നത് പൊതുവെ പ്രവചിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം സൃഷ്ടിച്ചെടുക്കുന്നത്. ഇതിനൊക്കെ അപ്പുറത്ത് ഇത് കടുത്താനുണ്ടാക്കുന്ന പ്രത്യാഘാതം ഒരുപക്ഷെ നമ്മൾ മലയാളികൾക്കോ ഇന്ത്യക്കാർക്കോ ഒന്നും ഇപ്പോൾ അതിനെ ഗൗരവമായി കാണേണ്ടതില്ല. കാരണം നമ്മളൊന്നും ഇത് ബാധിക്കാത്ത ആളുകളാണ്. പക്ഷേ നമ്മളെയൊക്കെ ഇൻഡയറക്റ്റായി ഇത് ബാധിക്കും എന്നുള്ളതാണ്. അതിനപ്പുറത്ത് ഇത്തരം ആക്രമണങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള അണുവികരണങ്ങൾ പുറത്തേക്ക് വന്നാൽ അത് ഏത് തരത്തിലൊക്കെ ബാധിക്കുമെന്നതിനെക്കുറിച്ച് ശാസ്ത്രലോകത്തിനും കൃത്യമായ ജ്ഞാനമില്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? ഇല്ല, കൃത്യമായ ജ്ഞാനമില്ല എന്നൊന്നും പറയാനാവില്ല അഭിലാഷ്. ഇതിന്റെ ഗൗരവത്തെ ഒരിക്കലും നമ്മൾ കുറച്ച് കാണേണ്ടതില്ല. ശാസ്ത്രലോകവും അത് കുറച്ച് കാണുന്നില്ല. കാരണം വിഷയം ആണവമാണ് എന്നോർക്കുക. ഫർദോയിലെ ആണവ നിലയം നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെയധികം താഴ്ചയുള്ള ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് ആണ്. അതൊക്കെ പിന്നെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ആണവ വികിരണത്തിന്റെ തോതെന്ന് പറയുന്നത് ഒരുപക്ഷെ പിടിച്ചാൽ കിട്ടാത്ത ഒരു ലെവലിലേക്ക് നിൽക്കും. അതുകൊണ്ടൊരു ആണവ കാറ്റസ്ട്രോഫി ലോകം ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് ഒരു ബാലൻസിംഗ് ആക്ട് വേണ്ടി വരുമെന്ന് ഞാൻ ആവർത്തിച്ച് പറയുന്നതിന്റെ ആവശ്യം അതാണ്. ഇപ്പം അമേരിക്ക വരച്ചിട്ട വരികളിലൂടെ തന്നെ മുന്നോട്ട് പോയിരുന്നു എങ്കിൽ ഒരുപക്ഷെ ഇതെല്ലാം സാധിക്കുമായിരുന്നു. കാരണം ഇത് വളരെ വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഒരുപക്ഷെ അമേരിക്കയുടെ ഒരു ഡീപ് സ്റ്റേറ്റ് എസ്റ്റാബ്ലിഷ്മെന്റിന്റെ ചിന്തയിൽ വന്നതും ഡീപ് സ്റ്റേറ്റ് എസ്റ്റാബ്ലിഷ്മെന്റുമായി നേരിട്ട് ബന്ധമില്ലാത്ത ഡൊണാൾഡ് ട്രംപ് തന്റെ വ്യക്തിപരമായ ചിന്തയിൽ കൊണ്ടുവരികയും അദ്ദേഹത്തിന്റെ ഉപദേശകരുമായി സംസാരിച്ച് കൃത്യമായ പ്ലാനിങ്ങോടുകൂടി തന്നെയാണ് ഇറാനെ ഒരു ഡീന്യൂക്ലിയറൈസ് ചെയ്യുക എന്ന കൃത്യം പദ്ധതി അതിനെ ഇസ്രായേലിനെ ഉപയോഗിച്ചു എന്ന് മാത്രം. അത് ഇസ്രായേലിന്റെ താല്പര്യങ്ങൾ അതിനകത്ത് അന്തർലീനമായതുകൊണ്ട് ഡയറക്ടറേറ്റ് ഇസ്രായേലിലാണല്ലോ. അവിടെ ആണവ നിലയങ്ങൾ ആക്രമിക്കാൻ ശ്രമിച്ചാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകൾ, തിരിച്ചടികൾ, മറ്റ് രാജ്യങ്ങൾ ഇടപെടാനുള്ള സാഹചര്യം, ഇതെല്ലാം തന്നെ മുൻകൂട്ടി തന്നെ അമേരിക്ക ഡിസ്കൗണ്ട് ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ട് ഒരുപക്ഷെ ആണവ നിലയങ്ങളിലെ ആക്രമണം എന്നതിനേക്കാൾ കൂടുതൽ ഇപ്പോൾ അമേരിക്ക ശ്രദ്ധിക്കുന്നത് ഇറാന്റെ കേപ്പബിലിറ്റി കംപ്ലീറ്റ്ലി ഡെന്റ് ചെയ്യും. ഇറാൻ ഇപ്പം ഈ ഒരു വലിയ യുദ്ധത്തിന്റെ ഇടയ്ക്ക് ആണവ സമ്പുഷ്ടീകരണവുമൊക്കെ നീങ്ങാൻ ബുദ്ധിമുട്ടുണ്ടാകാം. കാരണം ആണവ പദ്ധതി ഏതാനും വർഷത്തേക്ക് ഇപ്പൊ ഈ ആക്രമണങ്ങൾ കൊണ്ട് തന്നെ ഇറാന്റെ ആണവ പദ്ധതി ഏതാനും വർഷത്തേക്ക് അല്ലെങ്കിൽ പോലെ ഏതാനും മാസത്തേക്കെങ്കിലും നിശ്ചലമാകുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാകും. അത് മതിയാകും ഒരു ഭരണമാറ്റം കൊണ്ടുവരാൻ. അത് ഭരണമാറ്റം കൊണ്ടുവരണമെങ്കിൽ ഏറിയൽ ബോംബാർഡ്മെന്റുകളിലൂടെ മാത്രം ലോകത്തൊരിടത്തും ഭരണമാറ്റം ഉണ്ടായിട്ടില്ല എന്ന് ഓർക്കണം. അവിടെ ടേക്ക് ഓവർ ചെയ്യാൻ ഒരു ഓൾട്ടർനേറ്റ് എസ്റ്റാബ്ലിഷ്മെന്റ് ഉണ്ടാകണം. അതുകൊണ്ടാണ് ഒരു തന്ത്രം എന്ന നിലയിൽ, ഒരു സൈക്കോളജിക്കൽ ടാക്ടിക്സ് എന്ന നിലയിൽ ഇറാൻ ഷാ പഹലവി രണ്ടാമൻ സ്ഥാനത്യാഗം ചെയ്ത അല്ലെങ്കിൽ നാടുവിട്ട് പോകേണ്ടി വന്ന അല്ലെങ്കിൽ ഇറാനിയൻ റവല്യൂഷന് ശേഷം 1979 ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം അധികാരം നഷ്ടപ്പെട്ട ഷാ പഹലവി രണ്ടാമന്റെ മൂത്ത മകൻ റിസ പഹലവി നിരന്തരമായി നടത്തുന്ന പ്രസ്താവനകൾ ജനം അവിടെ പൊറുതിമുട്ടിയിരിക്കുന്നു. ജനം ഇതാ ഉയർത്തെഴുന്നേൽക്കാൻ പോവുകയാണ് ഭരണകൂടത്തിനെതിരെ. ഇതൊരു വലിയ പ്രോപ്പഗാൻഡ വാറാണ്. ലോകമാസകലം ഇമ്പാക്ട് ഉണ്ടാക്കുന്ന, ഗ്ലോബൽ കമ്മ്യൂണിറ്റിയുടെ മനസ്സിനെ പോലും സ്വാധീനിക്കുന്ന ഒരു പ്രോപ്പഗാൻഡ വാറാണ് ഒരു തന്ത്രം. രണ്ട്, ഈ മാധ്യമങ്ങളെയൊക്കെ, മാധ്യമ സ്ഥാപനങ്ങളെ ഇറാൻ ടെലിവിഷൻ ഉൾപ്പെടെ ആക്രമിച്ചു വലിയ അമ്പരപ്പുണ്ടാക്കുന്ന കാര്യമാണ്. അതിലൂടെ ഒരു റെജീം ചേഞ്ച് ഉണ്ടായാൽ ആദ്യം ജനങ്ങളെ വിവരമറിയിക്കേണ്ടത് ഔദ്യോഗിക മാധ്യമത്തിലൂടെയാണ്. ഔദ്യോഗിക മാധ്യമത്തിലൂടെ എങ്ങാനും
ഏതെങ്കിലും ഒരു സൈനിക യൂണിറ്റ് ആ കേന്ദ്രം പിടിച്ചെടുത്ത് രാജ്യത്തെ അറിയിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അതിനുള്ളിൽ ഇറാൻ എന്ന രാജ്യത്തിനുള്ളിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള വലിയ രീതിയിലുള്ള ആശയക്കുഴപ്പം അത് മുതലെടുത്ത് യഥാർത്ഥ ഭരണമാറ്റം ഉണ്ടായില്ലെങ്കിൽ പോലും അതിനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. അതോടൊപ്പം തന്നെ ഒരു കരയുദ്ധത്തിന്റെ പ്രതീതി ജനിക്കുകയും വേണം. അതുകൊണ്ടൊക്കെയാണ് പാകിസ്ഥാന്റെ ഒരു സാന്നിധ്യം. ഇവിടെ രണ്ട് പാനലിസ്റ്റുകൾ അത് സൂചിപ്പിച്ചു, വ്യക്തമായി സൂചിപ്പിച്ചു. പാകിസ്ഥാനെ മാറ്റി നിർത്തിക്കൊണ്ട് ഇപ്പോഴത്തെ ഒരു സംവിധാനത്തെ, ഇപ്പോഴത്തെ അന്തരീക്ഷത്തെ നമുക്ക് അഭിലാഷ് വിശകലനം ചെയ്യാനാവില്ല. അതുകൊണ്ടാണ് ഈ ട്രംപിന്റെ ആദ്യകാല നയം, ഇന്ത്യയോട് വളരെ ചേർന്ന് നിൽക്കുന്ന ഒരു ആദ്യകാല നയം ഈ ഓപ്പറേഷൻ സിന്ധൂറിന്റെ സമയത്ത് ചെറിയ രീതിയിൽ പരിഷ്കരിച്ചു എന്ന് കരുതാം. ഇപ്പോൾ അസിം മുനീറിനെ വിളിച്ച് ഉച്ചക്കത്തെ ആഹാരം, ലഞ്ച് ഓൺ മീറ്റ് വിത്ത് അസിം മുനീർ, അത് ഇന്ത്യക്ക് മുഖത്ത് അടിയേറ്റതുപോലെയായി. അത് മാത്രമല്ല, അസിം മുനീറിനെ വിളിക്കുമ്പോൾ ഒരു ചരിത്രവും കൂടെ ഉണ്ട്, ഓർക്കണം. എപ്പോഴെല്ലാം പാകിസ്ഥാൻ സൈനിക മേധാവികളെ അമേരിക്കൻ പ്രസിഡന്റുമാർ, അത് മുമ്പ് ഒബാമയാകട്ടെ അതിനു മുൻപ് നിക്സന്റെ സമയത്തും ഒക്കെ മുൻകാലങ്ങളിൽ വിളിച്ചിട്ടുണ്ടോ, അപ്പോഴെല്ലാം അധികാര കൈമാറ്റം സൈനിക അട്ടിമറിയിലൂടെ സിവിലിയൻ ഭരണകൂടത്തെ അട്ടിമറിച്ചുകൊണ്ട് സൈന്യം അധികാരം ഏറ്റെടുത്തൊരു ചരിത്രമുണ്ട്. നോക്കൂ, അയൂബ് ഖാന്റെ സമയത്ത് അത് സംഭവിച്ചു. അയൂബ് ഖാൻ അമേരിക്കൻ പ്രസിഡന്റിന്റെ ആതിഥ്യം ഏറ്റുവാങ്ങിയ ആളാണ്. അദ്ദേഹം പിന്നീട് ഭരണത്തിലെത്തുന്ന ഒരു കാഴ്ച കണ്ടു. സിയാഉൾ ഹക്കിന്റെ സമയത്ത് 2 പ്രാവശ്യമാണ് സിയാഉൾ ഹക്ക് അങ്ങനെ ഒരു ആതിഥ്യം മിലിറ്ററി ജനറൽ ആയിരുന്ന സമയത്ത് അമേരിക്കൻ പ്രസിഡന്റിന്റെ ആതിഥ്യം സ്വീകരിച്ചത്. അതുപോലെ പർവേസ് മുഷറഫും അതുപോലെ തന്നെയാണ്. അപ്പൊ അതൊരു സൂചനയാണ് എങ്കിൽ അസിം മുനീറിൽ നിന്നും ട്രംപ് ചില കാര്യങ്ങൾ ഡിമാൻഡ് ചെയ്തിരിക്കാൻ സാധ്യതയുണ്ട്. മിസ്റ്റർ മുനീർ, നിങ്ങൾ പരസ്യമായി ഒന്നും പ്രതികരിക്കേണ്ട, പക്ഷെ നിങ്ങളുടെ സൈന്യമാണ് അവിടുത്തെ രാഷ്ട്രീയ വ്യവസ്ഥയെ നയിക്കുന്നത്. ഞങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യമുണ്ട്. സൈനികമായി നിങ്ങൾ ഇടപെടേണ്ട. ഒരു ഇസ്ലാമിക രാജ്യം മറ്റൊരു ഇസ്ലാമിക രാജ്യത്തെ ആക്രമിക്കാനാവില്ല, അതറിയാം. പക്ഷേ ഞങ്ങൾക്ക് ടാക്ടിക്കൽ സപ്പോർട്ട് വേണം. ISI കരുതി വെച്ച ചില തന്ത്രപ്രധാനമായ ഇറാനെ കുറിച്ചുള്ള വിവരങ്ങൾ കൈമാറണം. അതോടൊപ്പം വേണ്ടി വന്നാൽ ഞങ്ങളുടെ വിമാനങ്ങൾക്ക് അവിടെ ലാൻഡ് ചെയ്യാനുള്ള അനുമതി ഉണ്ടാകണം. ബാക്കി കാര്യം ഞങ്ങൾ ഏറ്റു. ഒരു കരയുദ്ധം വേണ്ടി വന്നാൽ പേർഷ്യൻ ഗൾഫ് മേഖലയിൽ നിന്നും അതേപോലെ പാകിസ്ഥാനിൽ നിന്നും ഇറാന്റെ കിഴക്കൻ ഭാഗത്തേക്ക്, തെക്ക് കിഴക്കൻ മേഖലയിലേക്ക്, ബലൂചിസ്ഥാന്റെ മണ്ണിൽ നിന്നും കയറാൻ സാധിക്കുന്ന അന്തരീക്ഷം ഉണ്ടാകണം. ഇതെല്ലാം തന്നെ ചേർത്ത് വായിക്കുമ്പോൾ അമേരിക്ക ഈ കാര്യങ്ങളൊക്കെ റഷ്യ ഒരുപക്ഷെ എന്തെങ്കിലും സംസാരിക്കാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് പോകുന്നത്. അതുകൊണ്ട് കൃത്യമായ റെജീം ചേഞ്ച് എന്ന നിലപാടിലേക്ക്, പക്ഷേ ഹൗ പെയിൻഫുൾ ഇറ്റ് ഇസ് ഗോയിങ് ടു ബിക്കം, വെദർ ഇറ്റ് ഇസ് ഗോയിങ് ടു ബിക്കം അറ്റ് ഓൾ, വെദർ ഇറ്റ് ഇസ് ഗോയിങ് ടു ഹാപ്പൻ അറ്റ് ഓൾ, ഇതെല്ലാം ഒരുപക്ഷെ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. സങ്കീർണമായി തന്നെ തുടരുകയാണ് കാര്യങ്ങൾ. വീണ്ടും രമ്യയിലേക്ക് ഒരിക്കൽ കൂടി പോകുന്നുണ്ട്. രമ്യ, എന്തായാലും നിലവിൽ വലിയ ആത്മവിശ്വാസത്തോടു കൂടിയും സുരക്ഷിതമാണ് എന്ന ഉറച്ച വിശ്വാസത്തോടും കൂടി തന്നെയാണ് അവിടെ മലയാളികൾ ഉൾപ്പെടെയുള്ളവർ തുടരുന്നത് എന്ന് തന്നെയാണ്. എല്ലാവരുമായി ഇപ്പോഴും കൃത്യമായ ആശയവിനിമയമൊക്കെ നടത്താൻ സാധിക്കുന്നുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു. ഒപ്പം ഈ മറ്റ് രാജ്യങ്ങളുടെ ഇടപെടലുകളും ഇത്തരം കാര്യങ്ങളുമൊക്കെ, പ്രത്യേകിച്ച് മലയാളികൾ, അവർ കുറച്ചുകൂടിയൊക്കെ വാർത്തകൾ ശ്രദ്ധിക്കുകയും ഇത്തരം നീക്കങ്ങളൊക്കെ നിരീക്ഷിക്കുകയും ചെയ്യുന്നവരാണല്ലോ. ആ നിലയിലുള്ള നീക്കങ്ങളൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ? അങ്ങനെ മലയാളികൾ ഈ വിഷയങ്ങളൊക്കെ അവിടെയുള്ള മലയാളികൾ പരസ്പരം ചർച്ച ചെയ്യാറുണ്ടോ? തീർച്ചയായും ഇവിടെയുള്ള മലയാളികൾ പരസ്പരം ചർച്ച ചെയ്യാറുണ്ട്. പിന്നെ ന്യൂസ് അപ്ഡേറ്റ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യാറുണ്ട്. എല്ലാ കാര്യം അപ്ഡേഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മൾ ഓൾറെഡി നമുക്ക് വാർത്തയിൽ കാണാം, ഇവിടുത്തെ ഇംഗ്ലീഷ് ചാനൽ കിട്ടും, അതിൽ നമുക്ക് കാണാം. പിന്നെ നമ്മുടെ മൊബൈലിൽ അപ്ഡേഷൻ ന്യൂസിന്റെ എല്ലാം വരും. പിന്നെ മലയാളികൾ പരസ്പരം അറിയാവുന്ന ന്യൂസും കാര്യങ്ങളും നമ്മൾ പരസ്പരം ഷെയർ ചെയ്യാറുണ്ട്. ഇപ്പൊ ഇപ്പൊ ഇവിടെ പറഞ്ഞതനുസരിച്ചിട്ട് ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച മാക്സിമം, അതിനുള്ളിൽ ഇത് തീരുമാനമാവും തന്നെയാണ് ഇവിടെയും പറയുന്നത്. അതിൽ കൂടുതൽ നീള. അതായത് ഈ തീരുമാനമാകുമെന്ന് പറയുമ്പോൾ ഇതൊരു പരിഹരിക്കപ്പെടും എന്നുള്ളതാണോ, അതെയോ ആക്രമിച്ചാണെങ്കിൽ പോലും ഇറാനെ കീഴടക്കും എന്നുള്ളതാണോ അവിടുത്തെ ജനതയുടെ ഒരു പൊതുവികാരം? ഈ വാറിന് ഒരു തീരുമാനം, ഇപ്പൊ ഇവിടെയുള്ള എല്ലാവരും ഇറാന്റെ അഗൻസ്റ്റുള്ള വാറിന് കൂടെ നിൽക്കുന്ന ആൾക്കാരാണ്. ഇത് ഒരാഴ്ച അല്ലെങ്കിൽ വിത്തിൻ 1 or 2 weeks ഇതിന്റെ ഈ വാറിന്റെ ഒരു കാര്യത്തിൽ തീരുമാനമാവും എന്നാണ് ഇവിടുത്തെ മീഡിയാസും പറയുന്നത്. എന്തായാലും സാധാരണ ജീവിതത്തെ ബാധിക്കില്ല, മലയാളികളെയും ബാധിക്കില്ല എന്ന ആത്മവിശ്വാസം തന്നെയാണ് രമ്യ ഇസ്രായേലിൽ നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത് എന്നാണ്. വളരെയധികം നന്ദി ഞങ്ങളോടൊപ്പം വിവരങ്ങൾ നൽകിയതിന്. മറ്റെല്ലാവരും യുദ്ധത്തെക്കുറിച്ച് ഈ പുറത്ത് നിന്നുകൊണ്ടാണ് ചർച്ച ചെയ്യുന്നത്. പക്ഷേ രമ്യ
ഇസ്രയേലിൽ ഇരുന്നു കൊണ്ടാണ് ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ടാണ് പ്രത്യേകം നന്ദി അറിയിച്ചത്. ഒപ്പം മറ്റ് അതിഥികൾക്കും നന്ദി അറിയിക്കുന്നു. അമേരിക്ക നേരിട്ട് യുദ്ധത്തിനിറങ്ങുമോ എന്ന ചോദ്യത്തിന് ഓൺലൈൻ വഴി പ്രേക്ഷകരിൽ അഭിപ്രായം രേഖപ്പെടുത്തിയതിൽ 53% പ്രേക്ഷകരും യുദ്ധത്തിന് ഇറങ്ങും എന്ന് അഭിപ്രായപ്പെടുമ്പോൾ 42% പ്രേക്ഷകർക്കാണ് അത്തരം ഒരു പ്രതീക്ഷ ഇല്ലാത്തത്. അമേരിക്ക നേരിട്ട് യുദ്ധത്തിന് തയ്യാറാകും എന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല എന്നുള്ളതാണ്. യുദ്ധം ആരംഭിച്ച് അല്ലെങ്കിൽ സംഘർഷം ആരംഭിച്ച് ഒരാഴ്ച പിന്നിടുമ്പോഴും അയവില്ല എന്ന് മാത്രവുമല്ല, രാജ്യങ്ങൾ പോരാട്ടം കൂടുതൽ കടുപ്പിക്കുന്നു. മറ്റ് ലോകരാജ്യങ്ങൾ കൂടി ഈ വിഷയത്തിൽ ഇടപെടുകയും ചെയ്യുമ്പോൾ യുദ്ധമോ സമാധാനമോ എന്ന് നമുക്ക് വരും ദിവസങ്ങളിലും കാത്തിരിക്കാം. പ്രൈം ഡിബേറ്റ് പൂർണ്ണമാകുന്നു. നമസ്കാരം.